കൊണ്ട് ഐശ്വര്യം നൽകണേ റബ്ബേ. പടച്ചവനോട് ചോദിക്കണം, അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ. ശരിക്കണം ദുആ എന്നാൽ ഇതിനൊക്കെ ഉത്തരം കിട്ടും. നമ്മളറിയാതെ വാതിലുകൾ തുറന്നു വരും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ CV-യുടെ, നിങ്ങൾ പഠിച്ച കോളേജിൻ്റെ, നിങ്ങളുടെ ബയോഡാറ്റയുടെ ആ ഒരു അതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്? ഒരിക്കലുമല്ല. പല കണക്ഷൻ, പല ആളുകളുടെ റെക്കമെൻഡേഷൻ, പല ആളുകളുടെയും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളോട് തോന്നാവുന്ന ഒരു സിമ്പതി, ഇതൊക്കെ ഇതിന് കാരണമാണ്. മനുഷ്യൻ്റെ അക്കാഡമിക് പെർഫോമൻസ് മാത്രമല്ല, റിസ്ക് എന്ന് പറയുന്നത് അങ്ങനെയാണ്. എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ പൈസ കിട്ടൂ, ജോലി കിട്ടൂ എങ്കിൽ മനുഷ്യർക്ക് സമ്പാദ്യവും പൈസയും നൽകുന്നത് മനുഷ്യൻ്റെ ജോബ് സർട്ടിഫിക്കറ്റ്, മനുഷ്യൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് എന്ന് അല്ലാഹു അല്ല റാസിഖ് എന്ന് മനുഷ്യന് തോന്നിപ്പോയേനെ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അതൊരു കാരണമാണ്. നമ്മൾ അധ്വാനിക്കണം, ശരി തന്നെയാണ്. പക്ഷേ അവിടെയും അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ട്. അതുകൊണ്ട് കച്ചവടക്കാരെ കച്ചവടം ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ വെറും ഒരു ബിസിനസ് തുടങ്ങുന്നു എന്നതിനപ്പുറം അതൊരു സർവീസ് ആയിരിക്കാം, ഒരു പ്രൊഡക്റ്റ് ജനങ്ങൾക്ക് കൊടുക്കലായിരിക്കാം. നിങ്ങൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി സർവീസ്. ജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു സേവനം കൂടിയാണ് കച്ചവടം. ജനങ്ങൾക്ക് ഭക്ഷണം വേണം, അത് നിങ്ങൾ കൊണ്ടുവന്ന് ഷോപ്പിൽ വെച്ചാലല്ലേ ആളുകൾക്കത് വാങ്ങിക്കാൻ പറ്റൂ. നിങ്ങൾ ഹോൾസെയിലുകാരിൽ നിന്ന് വാങ്ങിച്ചിട്ട് റീറ്റെയിലുകാരത് വാങ്ങിച്ചു കൊണ്ടുവന്ന് നാട്ടിലെ നാട്ടുമ്പുറത്ത് നമ്മുടെ ഷോപ്പുകൾ കൊണ്ടുവന്ന് വെച്ച് അവിടെ ആളുകൾ കസ്റ്റമർ വന്ന് അവരധ്വാനിച്ച പൈസ കൊണ്ട് പേ ചെയ്ത് അവരത് വാങ്ങിച്ചു കൊണ്ടുപോവുകയാണ് അല്ലേ? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എത്രയോ പ്രോസസ്സുകൾ അതിനിടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ജനസേവനമാണ്. ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, മറ്റെന്തെങ്കിലും കാറ്ററിംഗ് സർവീസ് ആവട്ടെ, ഇതുപോലെ കൺവെൻഷൻ സെന്ററുകളാകട്ടെ, ഇതൊക്കെ ജനങ്ങളുടെ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കലും കൂടിയാണ് അല്ലേ? അതുകൊണ്ട് വെറും ഒരു ബിസിനസ് എന്ന ഒരു മണി ഏണിംഗ്, സമ്പത്തുണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യത്തിനപ്പുറം ഞാൻ പടച്ചവനെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനം അവർക്ക് കൊടുക്കുക കൂടിയാണ്. ഞാൻ സമൂഹത്തെ, ഞാൻ നിലനിൽക്കുന്ന എൻ്റെ മനുഷ്യരാശിയോട്, എൻ്റെ നാടിനോട്, എൻ്റെ സമൂഹത്തോട് ഞാൻ ചെയ്യുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടി ഇതിൻ്റെ കൂടെയുണ്ട് എന്ന് ഏത് ബിസിനസ്സിലും ഒരാൾക്ക് നിയ്യത്ത് ചെയ്യാം, ഹലാലായ ബിസിനസ്സുകളിലൊക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഷോപ്പിലിരിക്കുന്ന മുഴുവൻ സമയവും നിങ്ങൾക്ക് കൂലിയാണ്, പ്രതിഫലമാണ്. നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലോ കമ്പനിയിലോ ഏത് ഫേമിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ചെലവഴിക്കുന്ന സമയം നിങ്ങൾക്ക് ഇബാദത്താണ്. ദുന്യാവിൽ തന്നെ നമുക്ക് കൂലി കിട്ടും, ദുന്യാവും കിട്ടുന്നു, ആഖിറവും കിട്ടുന്നു. അതുകൊണ്ടാണ് പരലോകവും ഈ ലോകവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന വിധമാണ് ഇസ്ലാമിന്റെ സംവിധാനം. നമ്മൾ ചെയ്യുന്ന ജോലി മതി, അത് ഇബാദത്താണ്. ഒരു നിസ്കാരം മാത്രമല്ല ഇബാദത്ത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഡ്രൈവ് ചെയ്യുന്ന മനുഷ്യൻ, ബസ് ഓടിക്കുന്ന ഒരാൾ, ട്രക്ക് ഓടിക്കുന്ന ഒരാൾ, ആ മനുഷ്യൻ വളയം പിടിച്ച് ബ്രേക്ക് ചവിട്ടി അയാൾ ഓടിക്കുന്ന കണ്ണിൽ എണ്ണയൊഴിച്ച് എന്നൊക്കെ പറയില്ലേ, ഉറക്കൊഴിച്ച് ഓടിക്കുന്ന യാത്രകൾ, ഉറക്കൊഴിക്കാതെ ഓടിക്കുന്നത്, ഇതൊക്കെ അവർക്കും ഇബാദത്താക്കി മാറ്റാൻ കഴിയും. എൻ്റെ കുടുംബത്തെ പുലർത്താൻ, അവരെ പോറ്റി വളർത്താൻ, അവർക്ക് സംരക്ഷണം നൽകാൻ, പടച്ചവനെ ആരോടും യാചിക്കാതിരിക്കാൻ ഞാൻ അധ്വാനിക്കുകയാണ് റബ്ബേ. എൻ്റെ കാലിന് വേദനയുണ്ട്, ബ്രേക്ക് ചവിട്ടിയിട്ട് ഇരുന്നിട്ട് ബാക്ക് പെയിൻ വരുന്നുണ്ട്, പൈൽസിന്റെ അസുഖം വരുന്നവരുണ്ടാകാം, ഷോൾഡർ പെയിൻ വരുന്നുണ്ടാകും വളയം പിടിച്ചിട്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും പടച്ചവനെ ഞാൻ ആരോടും യാചിക്കുന്നില്ലല്ലോ റബ്ബേ. യാചന നാളെ പരലോകത്ത് നിങ്ങളുടെ മുഖത്തൊരടയാളമാണ്. യാചകന്മാരെ നാളെ പരലോകത്ത് തിരിച്ചറിയപ്പെടും. അതുകൊണ്ട് യാചിക്കരുതേ. നിങ്ങളിൽ ഓരോരുത്തരും ഒരു കെട്ട് വിറക് ചുമലിൽ കൊണ്ടുവന്ന മദീനയുടെ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കലാണ്. ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ലത് ഒരു കെട്ട് വിറകെങ്കിലും കൊണ്ടുവരാം. അത് അന്നത്തെ ജോലികളിൽ വളരെ താഴ്ന്ന നിലവാരമുള്ളൊരു ജോലിയായിരുന്നു. എന്നാലും യാചനയെക്കാളും നല്ലത് ആ ഒരു അധ്വാനം തന്നെയാണ്. അതിലും കൂലിയുണ്ട്. വബ്തഗി ഫീമാ ആതാകല്ലാഹുദ്ദാറൽ ആഖിറ. അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന എല്ലാ സൗകര്യങ്ങളിലും പരലോകം നിങ്ങൾ ലക്ഷ്യമാക്കണം നബിയേ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ വാഹനം, വണ്ടി, പുതിയ വണ്ടി റിലീസ് ചെയ്തു, നിങ്ങളൊരു വാഹനം എടുത്തു, അത് യൂസ്ഡ് ആവട്ടെ അല്ലാതിരിക്കട്ടെ, അത് ഇലക്ട്രിക് വെഹിക്കിൾ ആവട്ടെ അല്ലാതിരിക്കട്ടെ,
നിങ്ങളത് യൂസ് ചെയ്യുന്നത് അല്ലാഹുവേ നിനക്ക് പൊരുത്തമുള്ള വഴിയിൽ, എൻ്റെ കുടുംബം, ഞാൻ, എൻ്റെ ആവശ്യം, എൻ്റെ കൂടെയുള്ളവർ, ആവശ്യക്കാർ, അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന നന്മകൾക്കാണ് റബ്ബേ ഞാനത് ഉപയോഗിക്കുക, ഇത് ഹറാമിനല്ല എന്ന് ചിന്തിക്കുമ്പോൾ ആ വാഹനത്തിൽ ബറക്കത്തുണ്ട്. ആലോചിച്ച് നോക്കൂ, അതിൽ ബറക്കത്തുണ്ട്. നിങ്ങളുടെ വീട് അത് പെരുമ കാണിക്കാനുള്ളതല്ല, അല്ലേ? നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെടുന്നത് നമുക്കുണ്ടായ നന്മയെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കി അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടതിന് പകരം ഒരു വീട് വെക്കുമ്പോൾ എൻ്റെ അയൽപക്കക്കാരന് അത്ര നല്ല വീടില്ലല്ലോ എന്ന് കണ്ടുകൊണ്ട് ആശ്വസിക്കുന്നൊരു സ്വഭാവം ചിലർക്കുണ്ടാവും. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ നാട്ടിൽ കറണ്ട് പോയാൽ ആദ്യം ചെയ്യുന്ന പണി എന്താ ചെയ്യുക? കറണ്ട് പോയാൽ ജനൽ തുറന്ന് നോക്കും, അയൽപക്കത്തെ വീട്ടിൽ പോയിട്ടുണ്ടോ എന്ന്. അല്ലാഹ് അൽഹംദുലില്ലാ, അവിടെ പോയോ, കുഴപ്പമില്ല. എനിക്ക് മാത്രം പോകുന്നത് അയൽപക്കത്തും നാട്ടുകാർക്കൊക്കെ പോയിട്ട്, എന്നാ പിന്നെ എനിക്ക് പ്രശ്നമില്ലല്ലോ. എനിക്ക് മാത്രം അങ്ങനെ ആവരുത്. ബാക്കിയുള്ളവർക്കും കൂടെ വിഷമമുണ്ടാകുമ്പോൾ അതിലൊരു ആശ്വാസം കാണുന്ന ഒരു ചെറിയൊരു സൈക്കോളജി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്, മറ്റുള്ളവന്റെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നവനാണ് മുഅ്മിൻ, അവനാണ് വിശ്വാസി. മറ്റുള്ളവന് ഒരു വീട് വെച്ചു, അവനൊരു മകളുടെ കല്യാണം കഴിഞ്ഞു, അവനൊരു കച്ചവടം, അവൻ്റെ മകനൊരു ജോലി കിട്ടി, അവൻ്റെ മകള് നല്ല മാർക്കിൽ എക്സാം പാസ്സായി, അൽഹംദുലില്ലാഹ്, ആ മോള് രക്ഷപ്പെട്ടല്ലോ, ആ മോൻ രക്ഷപ്പെട്ടല്ലോ, ആ വീട്ടുകാർക്ക് അനുഗ്രഹം കിട്ടിയല്ലോ റബ്ബേ, അവർക്ക് ബറക്കത്ത് കൊടുക്കണേ, ഞങ്ങൾക്കും ബറക്കത്ത് തരയണമേ. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അല്ലാഹു നമുക്കും തരും. അപ്പൊ നമ്മുടെ മനസ്സിന് സന്തോഷം തരും. മറ്റേത് ഇപ്പൊ വീട് കുടിയിരിക്കുന്നിടത്തൊക്കെ നിങ്ങളെന്താ ഹൗസ് വാമിങ് എന്താ പറയലേ? വീട് കുടിയിരിക്കാൻ തന്നെയാണോ? പാല് കാച്ചല? അപ്പൊ നിർബന്ധമായിട്ടൊരു പാല് കാച്ചോടല്ലേ? പാല് കാച്ചൽ ചടങ്ങുകളിലൊക്കെ ചിലപ്പോൾ തോന്നും വെറുതെ അസൂയ വിളിച്ചു വരുത്താനുള്ള ഫംഗ്ഷനാണത്. ചോറ് കൊടുക്കും വേണം, നാട്ടുകാർ മുഴുവനും അവരുടെ വായിൽ നിന്ന് കണ്ണേറ് കൊള്ളുന്ന വാക്കുകൾ അവർ പറഞ്ഞു പോവുകയും ചെയ്യും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പം പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പോവുക. എത്ര പേരുണ്ടാകും ആ വീട്ടിൽ കയറി വരുമ്പോൾ, അല്ലാഹുവേ ഈ മനുഷ്യന് നീ ഒരു നല്ല വീട് കൊടുത്തല്ലേ റബ്ബേ, ഇനി സ്വർഗത്തിലും കൊടുക്ക റബ്ബേ, എനിക്ക് വീടില്ല, എനിക്കും നീ വീട് തരണേ പടച്ചവനെ. അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ടാവും? ഓ, അറബിയെ പറ്റിച്ച് കൊണ്ടുവന്നതായിരിക്കും അല്ലേ. ഇവന്റെ മുതലാളിയൊക്കെ പാപ്പരായി പോയിട്ടുണ്ടാവും അല്ലേ. മനസ്സിന്റെ ഉള്ളിലെങ്കിലും അസൂയയാണ്. ആ അസൂയയുടെ ഒരു ചെറിയൊരു പ്രതിഫലനമാണ് ഈ പാല് കാച്ചുന്ന ചടങ്ങിലൊക്കെ ചെരുപ്പിട്ട് വീട്ടിലേക്ക് കയറി വരും ഗസ്റ്റ്. അത് അസൂയ കൊണ്ട് ചെയ്യുന്ന പണിയാണ്. കുട്ടികളടക്കം എന്നിട്ടുണ്ട് ചുമരുമ പോയിട്ടൊരു നൃത്തം ഷൂവും വെച്ചിട്ട് പ്രിൻസ്, ചെളിയുടെ പ്രിന്റ് ചുമരിൽ. ഈ സാധുവിന്റെ കാർപ്പറ്റ് കേടായി, റൂം വൃത്തികേടായി, ആ പോളിഷ് ചെയ്തത് മുഴുവനും പോയി. സ്വന്തം വീട്ടിലൊരാൾ എന്ത് വലിയ ഫംഗ്ഷൻ ആണെങ്കിലും അവനവന്റെ വീട്ടിൽ ചെരുപ്പിട്ട് കയറുമോ? നമ്മളെന്താ വിചാരിക്കുന്നത്? ആ വീട്ടുകാർക്ക് നിങ്ങളോട് പറയാൻ പ്രയാസമുണ്ടാവും, ചെരുപ്പഴിച്ചു വെച്ച് കയറണേ. അത് അയാൾ പറഞ്ഞാൽ നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യും ചിലപ്പോ. അപ്പൊ അവർ മിണ്ടൂല, സാരെല്ലാം ക്ലീൻ ആക്കാന്ന് വിചാരിക്കും. സ്വന്തം വീട്ടിലേക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി നിങ്ങളെ സ്വീകരിക്കുമ്പോൾ ആ വീട്ടുകാരുടെ വീട് വൃത്തികേടാക്കി കൊടുക്കുന്നത് എത്ര മോശമാണ്. നമ്മുടെ ചെരുപ്പങ്ങ് ചളിയായെങ്കിൽ എന്താ, അത് കഴുകിയാൽ പോവും. ഒരു വീട് വൃത്തിയാക്കണമെങ്കിൽ എത്ര അധ്വാനം ഉണ്ടാവും. ആ വീട്ടിൽ പിന്നെ ആർക്കെങ്കിലും മുസല്ല വിരിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? ഏതൊക്കെ ചെളിയിലും ഏതൊക്കെ നജസിലുമാണ് കയറി വന്നതെന്ന് ആർക്കെങ്കിലും അറിയോ? മനുഷ്യൻ ആ വീട്ടുകാരനോട് കാണിക്കുന്ന ഒരു അസൂയയും ഒരു പകപോക്കലുമാണ് ഈ ചെരുപ്പും ഷൂട്ട് വീടിനകം കയറി വൃത്തികേടാക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ വീട്ടുകാർക്ക് പറയാൻ പേടിയുണ്ടാവും. ഞാനത് പറയാൻ, ഇത് മനുഷ്യർ ചെയ്യരുത്. അഴിച്ചു വെച്ച് കയറണം. നിന്റെ ഷൂവിനേക്കാളും വിലപിടിപ്പുള്ളതായിരിക്കും ആ വീട്ടുകാരന്റെ വീട്, അല്ലേ? ആ വീട്ടുകാരോട് കാണിക്കുന്ന മര്യാദയല്ലേ അത്? വൃത്തികേടാക്കി കൊടുക്കാതിരിക്കുക, അത്രയല്ലേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ വൃത്തി അടിച്ചു ഓരോന്നും വേണ്ട, അവിടെ വൃത്തികേടാക്കരുത്. അത് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഫോട്ടോഗ്രാഫർമാരാണെങ്കിൽ പോലും ഷൂ അഴിച്ചു വെക്കണം, ചെരുപ്പഴിച്ചു വെക്കണം. വീടുകളിൽ ബർക്കത്ത് വേണം, അവിടെ നജസുണ്ടാവരുത്. മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന, എവിടെയോ അടിഞ്ഞുകൂടി കിടക്കുന്ന ചില അസൂയയുടെ ചിന്തകളാണ് മനുഷ്യനത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചെയ്യരുത്. ഒരു മനുഷ്യന്റെ നിഅമത്ത് അല്ലാഹു കൊടുത്ത നിഅമത്താണ്. അല്ലാഹുവേ, നീ കൊടുക്കുന്ന വിഹിതം, നിന്റെ ഖിസ്മത്ത്, നീ നൽകുന്നത് അത് ന്യായമാണ്, നീ നൽകുന്നത് നീതിയാണ്. നീ നൽകുന്നതിൽ ആർക്ക് പരാതി പറയാൻ റബ്ബേ? ഈ ലോകമെന്ന് പറയുന്നത്, ഇവിടുത്തെ സമ്പാദ്യവും സമ്പത്തും
ഹാദാ അർളുൻ യഅകുലു മിൻഹുൽ ബർറു വൽ ഫാജിർ. നല്ല മനുഷ്യരും തെമ്മാടികളായ മനുഷ്യരും ഉപയോഗിക്കുന്നതാണ് ഈ ലോകത്തെ പൈസയും സമ്പാദ്യങ്ങളും. അള്ളാഹുവിനെ പറ്റി ഒരു ബോധവുമില്ലാത്ത, പടച്ചവനെ പറ്റി വിശ്വാസം പോലും ഇല്ലാത്ത ആളുകൾക്കും ഇഷ്ടം പോലെ പടച്ചവൻ കാശ് കൊടുക്കുന്നുണ്ട്. എലോൺ മസ്ക് അതിപ്പോ മുസ്ലിമായിട്ടാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടാണോ? നല്ല മനുഷ്യനാണ്, ഒരുപാട് നന്മകൾ ഉണ്ടായിരിക്കും. പക്ഷേ ദൈവവിശ്വാസികൾക്ക് മാത്രമേ പടച്ചവൻ സമ്പത്ത് കൊടുക്കൂ, അങ്ങനെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ മുതലാളി ആരാവണം? നബിയുനാ റസൂലുള്ളാഹി തങ്ങളാവണം. തങ്ങളായില്ലല്ലോ. وأكدت زهده في الدنيا ضرورته إن الضرورة لا تعدو على العصم وراودته الجبال الشم من ذهب عن نفسه فأراها أيما شمم وأكدت زهده في الدنيا ضرورته إن الضرورة لا تعدو على العصم. കടുത്ത ദാരിദ്ര്യത്തിലാണ് ഹബീബ് ജീവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? സമ്പാദ്യം അന്ന് അബൂജഹലിനുണ്ട്, ഉത്ബക്കുണ്ട്, അബൂ സുഫിയാൻ എന്നവർക്കുണ്ട്. അവർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അവരെല്ലാം വലിയ മുതലാളിമാരായിരുന്നു. എന്തുകൊണ്ട്? ഈ ലോകം എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ പൈസ, കാശ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഓടി നടക്കുന്ന, അലറി പിടിച്ച് നടക്കുന്ന ഈ സമ്പാദ്യം അള്ളാഹുവിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും അള്ളാഹു ഇട്ടേച്ചു കൊടുക്കുന്ന ഒരു ചരക്കാണിത്. ഇതൊരു ദുന്യാവിലെ ഈച്ചയുടെ ചിറകിന്റെ അത്ര പോലും അല്ല വില കൊടുത്തില്ലെന്നാണ്. ഒരു മനുഷ്യന്റെ സാലറി സ്കെയിൽ എത്ര? അള്ളാഹ്ക്ക് അതൊന്നും വിലയില്ല. പടച്ചവനതിന് വില കണ്ടിട്ടില്ല. നിങ്ങളുടെ ഇൻകം എത്രയാണ്? അള്ളാഹു അത് നോക്കുന്നു പോലുമില്ല. പടച്ചവൻ നോക്കുന്നത് നിങ്ങളുടെ കർമ്മങ്ങളിലേക്കാണ്, നിങ്ങളുടെ കർമ്മങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർ, മുഅല്ലിമീങ്ങൾ, പള്ളിയിലെ ഖതീബുമാർ, മുതഅല്ലിമീങ്ങൾ, അവർക്കാണ് ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കേണ്ടതെന്നാണ്. പൈസക്കല്ല കൊടുക്കേണ്ടത്. അദ്ദുന്യാ മൽഊനതുൻ മൽഊനും മാ ഫീഹാ ഇല്ലാ ദിക്റല്ലാഹി വമാ വാലാഹാ ഔ ആലിമുൻ ഔ മുതഅല്ലിം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദുന്യാ മൽഊനതുൻ, ഈ ലോകം ശപിക്കപ്പെട്ടതാണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും നമ്മുടെ പറമ്പും നമ്മുടെ സമ്പാദ്യവും വരുമാനം, മക്കളുടെ സാലറിയും അവരുടെ ജോലിയും ഇവിടുന്ന് കിട്ടുന്ന പെൻഷനും എന്തോ ആകട്ടെ, ഇതിലൊന്നും കാര്യമില്ല. മൽഊനും മാ ഫീഹാ, ഈ ലോകത്തുള്ളതെല്ലാം അല്ലാഹു ശപിച്ചു വെച്ച കാര്യങ്ങളാണ്. ഏതൊഴികെ? ഇല്ലാ ദിക്റല്ലാഹി വമാ വാലാഹാ, അള്ളാഹുവിനെ ഓർക്കാനും പടച്ചതമ്പുരാനെ കുറിച്ച് ചിന്തിക്കാനും നിങ്ങളെ സഹായിക്കുന്ന സംവിധാനങ്ങൾ ഒഴികെ. ഔ ആലിമുൻ ഔ മുതഅല്ലിം, ഒരു പണ്ഡിതനോ പഠിതാവായ മുതഅല്ലിമോ ഒഴികെ ബാക്കിയെല്ലാം അഭിശപ്തമാണ് എന്ന് പറഞ്ഞു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടെന്നറിയുമോ? പൈസ ഇല്ലാത്തതിന്റെ പേരിൽ, കാശില്ലാത്തതിന്റെ പേരിൽ, നല്ല ഒരു ജോലി കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങളാരും ഡിപ്രഷൻ അടിക്കരുത് എന്ന് പഠിപ്പിക്കാൻ തന്നെ. സമ്പത്തില്ലല്ലോ, വരുമാനമില്ലല്ലോ, കൂടെയുള്ളവൻ ഓടുന്ന പോലെ ഓടാൻ പറ്റുന്നില്ലല്ലോ, അയൽവാസി വാഹനം മാറ്റുന്ന പോലെ എന്നെ കൊണ്ടാവുന്നില്ലല്ലോ, എൻ്റെ വീടൊന്ന് പെയിന്റടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊന്നും ചിന്തിച്ച് നിങ്ങളാരും വിഷമിക്കല്ലേ. നിങ്ങൾക്ക് പടച്ചവനെ ഓർക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, അള്ളാഹുവിന് ദിക്ർ ചൊല്ലാനുള്ള നാവുണ്ടെങ്കിൽ, പടച്ചവനോട് നന്ദി പറയാനുള്ള ഹൃദയമുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന മുതഅല്ലിമാണെങ്കിൽ, ആലിമീങ്ങളോട് പണ്ഡിതന്മാരോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, ദീനിനോട് നിങ്ങൾക്ക് അഭിനിവേശവും ആദരവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും വലിയ മുതലാളിയാണെന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഫോണ് പഴയ ഫോണല്ലേ, പഴയ മോഡലല്ലേ, ഒന്നും ചിന്തിക്കേണ്ട. അങ്ങനെയൊന്നൊരു സംഭവമില്ല. അതിലൊന്നും ടെൻഷൻ അടിക്കരുത്. എൻ്റെ വീട് ചെറുതല്ലേ. ഞാനൊരു വീട്ടിൽ പണ്ട് ഒരു 10-20 വർഷം മുമ്പ് ദുബൈയിൽ, അവർ മുസ്ലിംസ് ഒന്നുമല്ല, പക്ഷേ അവർ ഗുജറാത്തികളാണ്. അവരുടെ വീട്ടിൽ ചെറിയൊരു ഒരു എഴുതി വെച്ചത് ഞാനിങ്ങനെ ഇപ്പോഴും ഓർക്കുകയാണ്. അവർ ഹൗസ് ഈസ് സ്മോൾ, ഞങ്ങളുടെ വീടൊരു ചെറിയ വീടായിരിക്കാം, സ്റ്റിൽ ദർ ഈസ് റൂം ഫോർ ഫ്രണ്ട്സ്. ഇവിടെ സുഹൃത്തുക്കൾക്ക് ഇരിക്കാൻ, കൂട്ടുകാർക്ക് ഇരിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഞങ്ങളുടെ വീട് ചെറുതാണ്,
പക്ഷേ സ്നേഹവും കരുതലും മനസ്സിലുള്ള ആളുകൾക്ക് ഇരിക്കാൻ ഇത് വിശാലമാണ്. അങ്ങനെയാണല്ലോ, മനസ്സ് വിശാലമാകുമ്പോൾ വീട് വിശാലമാകും. നിങ്ങൾ ആലോചിച്ച്, ഏറ്റവും വലിയ സൗകര്യമുള്ള വലിയ 20,000-30,000 സ്ക്വയർ ഫീറ്റുള്ള വീട് ഉണ്ടാക്കിയ ഒരു വീട്ടുകാരൻ, ആ വീട്ടുകാരൻ ഒരു നല്ല സ്വഭാവമുള്ള വീട്ടുകാരനും അവിടുത്തെ പെണ്ണ് ആളുകളെ സ്നേഹത്തോടെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഇഷ്ടപ്പെടാത്തൊരു പെണ്ണുമാണെങ്കിൽ ആ വീട് സങ്കുചിതമാണ്. ആരവിടെ ഇരിക്കുക? ആരെങ്കിലും പോവോ അവിടേക്ക്? പോയി നോക്കൂല. നേരെ മറിച്ച് ഒരു കൂരയാണ്. പക്ഷേ ഉള്ള വെള്ളം ചായപ്പൊടി തിളപ്പിച്ചിട്ടെങ്കിലും പഞ്ചസാരയോ ശർക്കരയോ ഇട്ടിട്ടെങ്കിലും ഒരു ചുടുവെള്ളം തരാനേ അവർക്ക് കഴിയൂ. പക്ഷേ അവര് ശുദ്ധമായ ഹൃദയമുള്ള വീട്ടുകാരാണ്. നമ്മളവിടെ ചെല്ലൂലേ? അന്വേഷിക്കൂലേ? അവരെ സ്നേഹിക്കൂലേ? മനുഷ്യന്റെ മനസ്സിനാണ് വിശാലത, ഹൃദയത്തിനാണ് വിശാലത, വീടിനല്ല. വീടിനുണ്ടെങ്കിൽ അതോടൊപ്പം മനസ്സിനും വിശാലത വേണം. അപ്പോഴേ അതുകൊണ്ട് കാര്യമുള്ളൂ. വീട് വിശാലത വേണ്ടെന്നല്ല പറഞ്ഞത്. മിൻ സആദത്തിൽ മുഅ്മിനി അർബഉൻ, ഒരു വിശ്വാസിയുടെ ഏറ്റവും അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ, ഈ ലോകത്ത് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളിൽ 4 ഒരു വിശ്വാസിക്ക് അള്ളാഹു അനുവദിച്ച സൗഭാഗ്യങ്ങളാണ്. ഒന്ന്, അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഭാര്യ. വൽ ജാറു സ്വാലിഹ്, നല്ല ഒരു അയൽവാസി. വൽ മർകബുൽ ഹനി, ആശ്വാസമുള്ള വാഹനം. വൽ മൻസിലുൽ വാസിഉ, വിശാലതയുള്ള വീട്. ഇത് 4 ഒരു സത്യവിശ്വാസിക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. നമുക്ക് ലഭിക്കുന്ന വാഹനവും വീടും സൗകര്യങ്ങളും സുഹൃത്തുക്കളും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജോലിയും നമ്മുടെ കച്ചവടവും നമ്മുടെ ഫാക്ടറിയും നമ്മുടെ സൗകര്യങ്ങളും എല്ലാം അല്ലാഹു തരുമ്പോഴും റബ്ബേ, ഇതുകൊണ്ടെല്ലാം എനിക്ക് എങ്ങനെയാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള നന്മകൾ ചെയ്യാൻ കഴിയുക എന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഈ ലോകത്ത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ആസ്വാദ്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചോളൂ. അതിനും പ്രയാസമില്ല. നല്ല ഭക്ഷണം കഴിക്കുന്നു, വെറൈറ്റി ഫുഡ് വെച്ച് കഴിക്കുന്നു, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യരുത്? ധൂർത്ത് ചെയ്യരുത്, ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളും വീട്ടുകാരും നിങ്ങളുടെ അതിഥികളും കഴിക്കാൻ സാധ്യതയുണ്ടോ? നല്ല ഭക്ഷണം ഉണ്ടാക്കിയോ. അതിഥികൾ വരുമ്പോൾ കൂടുതൽ വിഭിന്നമായ ഭക്ഷണങ്ങളും വെറൈറ്റികളും ഒരു മനുഷ്യൻ ചെയ്യുന്നു, അതിനൊന്നും കുഴപ്പമില്ല. അതൊക്കെ കൂലിയുള്ള കാര്യമാണ്. നമ്മൾ ഷിബു സാഹിബിന്റെ വീട്ടിൽ നിന്നല്ലേ ഭക്ഷണം കഴിച്ചത്? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ അതിഥികളെ സൽക്കരിക്കുമ്പോൾ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു. സത്യം പറഞ്ഞോട്ടെ, തിരുവനന്തപുരത്തൊന്നും പണ്ട് വരുമ്പോൾ ഭക്ഷണം രുചിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. കാരണം ഞാനിത് പറയുന്നത് 96 ഞാൻ അത് പറയാൻ വന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. ആ സ്ഥലം എനിക്ക് ഓർമ്മ വരുന്നില്ല. കല്ലമ്പലാണോ വെഞ്ഞാറമൂട് നിന്ന് ഉള്ളോട്ട് പോയിട്ടാണ്. കല്ലമ്പാറ, അതെ അതെ അതെ. അത് 96 5 ഒക്കെ ആയിരിക്കും. അവിടെ നമ്മളൊരു താജ് സാഹിബ് ഉണ്ട് അല്ലേ? താജ് സാഹിബാണെന്ന് അത് പറയാൻ കൊണ്ടുവന്നത്. അപ്പോഴൊക്കെ നമ്മൾ പിന്നെ കേരളം മൊത്തം പോകാറുണ്ട്. അന്നത്തെ ചെറുപ്പകാലത്ത് 12 11 എന്നൊക്കെ പറഞ്ഞ് കലശിയ കാലം ഉണ്ടായിരുന്നു. അന്ന് യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടതാ. ഒറ്റ വേദ വെച്ചിട്ടാണ് പോവുക. 4 പറയാൻ ഉണ്ടാവില്ല. പിന്നെ ആരും അറിയുന്നില്ലല്ലോ, റെക്കോർഡിംഗ് ഒന്നും ഇല്ലല്ലോ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കുറേ അങ്ങനെ ഓടി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊക്കെ എന്ത് വെറൈറ്റി ഭക്ഷണം, മാഷാ അല്ലാഹ്. യൂട്യൂബ് വന്ന് കൊറോണ വന്നതിൻ്റെ കൊണ്ടാണ് അതൊക്കെ ഉണ്ടായത് എനിക്ക് തോന്നുന്നു അല്ലേ? പെണ്ണുങ്ങളൊക്കെ യൂട്യൂബ് അടിച്ച് പഠിക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്, നല്ല മനോഹരമായ രുചിയുള്ള ഭക്ഷണങ്ങൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിഥികൾക്ക്, നമ്മുടെ വീട്ടുകാർക്ക് നല്ല ഭക്ഷണം വെച്ചു കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. അതൊന്നും ഹറാമെന്ന് പറയാൻ കഴിയില്ല. ഹറാം എപ്പോഴാ? വേസ്റ്റ് ആക്കരുത്, അത് കൊണ്ടുപോയി ഡംപ് ചെയ്യരുത്, ആവശ്യക്കാർക്ക് കൊടുക്കുക ഭക്ഷണം ബാക്കി വന്നാൽ തന്നെയും. വലാ തൻസ നസീബക മിനദ് ദുനിയ, ഈ ലോകത്ത് നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന നസീബുകൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകേണ്ടതില്ല. നിങ്ങൾക്ക് നല്ല വസ്ത്രം ധരിക്കാം, നല്ല വാച്ച് കെട്ടാം, നല്ല ചെരുപ്പ് ധരിക്കാം. അഹങ്കരിക്കരുത്. ഞാൻ ഭയങ്കരമായ ഉഷാറാണ് എന്നൊക്കെ തരത്തിലുള്ള തോന്നലുകളിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് മാത്രം. അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലൈവ് ശരി തന്നെയാണോ? ലൈവ് ഓക്കെയാണോ? സൗണ്ട് ഒരു വൈബ്രേഷൻ പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ചില. ഓക്കെയാണ്? ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്.
അള്ളാഹു നിങ്ങൾക്ക് നന്മ ചെയ്ത പോലെ നിങ്ങൾ അള്ളാഹുവിനോടും നന്മ ചെയ്യണമേ. അടുത്ത ക്ലോസ് ആണത്. ആദ്യം പറഞ്ഞു നിങ്ങളുടെ ഏത് സൗകര്യങ്ങൾ ദുനിയാവ് കിട്ടുന്നുണ്ടോ പടച്ചോനെ ലക്ഷ്യമാക്കി ചെയ്തോ. പിന്നെ പറഞ്ഞു ഭൗതികമായ സൗകര്യങ്ങളിൽ ഹലാലുകൾ നിങ്ങൾ ഉപയോഗിച്ചോളൂ. നിങ്ങൾക്ക് ബൈക്ക് വേണം, ഹാർലി ഡേവിഡ്സൺ എടുത്തു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ അത് പൊട്ടിച്ചിട്ട് ഉറങ്ങുന്ന കുട്ടികൾ ഉറക്കൊന്നും സ്വീപ്പാക്കരുത്. അത് ആ പകല സമയത്തൊക്കെ ഓടിച്ചോ, നാട്ടും പുറത്തു കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ സൗണ്ടൊക്കെ പൊട്ടിച്ച് പടപടാന്ന് പോയാൽ ഈ കുഞ്ഞുങ്ങൾ ഉറക്കാൻ പെണ്ണുങ്ങൾ പെടുന്ന പാട് എത്രയെന്നറിയോ, അത് ഉണർത്താൻ എത്ര എളുപ്പമാണ്. ബുദ്ധിമുട്ടാക്കരുത്, അത്രയേ ഉള്ളൂ. നിങ്ങളൊരു നല്ല വാഹനം ഓടിച്ചു, നല്ല ബൈക്ക് എടുത്തു, ഒരു കുഴപ്പമില്ല, അഹങ്കരിക്കരുത്, അത്രയേ ഉള്ളൂ. നിങ്ങൾ മുന്തിയ വാഹനം ഓടിക്കുന്നു, ഒരു പ്രശ്നമില്ല, ഖൽബിൽ കിബർ വരരുത്, അഹങ്കാരം വരരുത്. വലാ തൻസ നസീബക മിനദ് ദുനിയ, നിങ്ങൾക്ക് ഭൗതികമായ സൗകര്യങ്ങളിൽ അല്ലാഹു അനുവദിച്ചത് നിങ്ങൾ എടുത്തോളൂ. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, നബിയേ ജനങ്ങളോട് പറയണേ, കാരുണ്യവാനായ അല്ലാഹു നിങ്ങളോട് ഒരുപാട് നന്മ ചെയ്തവനാണ്. അതുകൊണ്ട് നിങ്ങളും ജനങ്ങളോട് നന്മ ചെയ്യണം. ഈ സമ്പാദ്യം എൻ്റെ മോൻ്റെ സാലറി അത് എനിക്കുള്ളതാ, എൻ്റെ കുടുംബത്തിനുള്ളതാ, നാട്ടുകാർക്കുള്ളതല്ല എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ പടച്ചവൻ തരൂ. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ വരുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള പാവപ്പെട്ടവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുന്നവനാണ് വിശ്വാസി. وفي أموالهم حق معلوم للسائل والمحروم. സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? അവരോട് ചോദിച്ചു വരുന്നവരോടും യാചിക്കുന്നവരോടും അവർക്ക് കൊടുക്കാൻ സുമനസ് വരും. എന്തുകൊണ്ട്? എൻ്റെ സമ്പത്തിൽ ഈ പാവപ്പെട്ടവർക്ക് അവകാശമുണ്ട് എന്ന് വിചാരിക്കുന്നവനാണ് മുഅ്മിൻ. എങ്ങനെ? നിങ്ങളുടെ സ്വത്തിൽ they have a rights to take some portion of it. നമ്മുടെ സമ്പത്ത് അവർക്ക് ഉപയോഗിക്കാൻ അവകാശമുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ദാനം ചെയ്യുക എന്നല്ല നമുക്ക് വേണ്ടാത്തത് കൊടുത്തൊഴിവാക്കുക. അതല്ല ദാനം. അല്ലെങ്കിൽ വെറുപ്പോടുകൂടെ ഇനി ഒരിക്കലും ആ വീട്ടിന്റെ മുമ്പത്തേക്ക് വരരുത് എന്ന ചിന്തയോടുകൂടെ അതൊന്നുമല്ല ദാനം. ദാനം എന്ന് പറയുന്നത് സ്നേഹത്തിൽ പൊതിഞ്ഞു കൊടുക്കാനുള്ളതാണ്. അത് ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്, അത് പറയാതെ വയ്യ. പക്ഷെ ചൂഷണം ചെയ്യേണ്ടതല്ല അത്. അവിടെ ഒരിക്കലും ഒരിടത്തും ചൂഷണം ചെയ്യരുത്. ദാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലതാവണം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് ഒരു അവസ്ഥയിൽ ഒരു കീറിയ ഒരു വസ്ത്രം കയ്യിലുണ്ട്. അന്നൊക്കെ കീറിയ വസ്ത്രം, നമ്മളൊക്കെ ഒരു 10, 15, 20 കൊല്ലം മുമ്പൊക്കെ സൂചിയും നൂലില്ലാത്ത വീടുണ്ടായിരുന്നോ? കീറിയാൽ തുന്നിയിട്ടൊക്കെ അല്ലേ? ഞാനൊക്കെ ദാറുൽ കോളേജ് പഠിക്കുന്ന സ്ഥാപനമൊക്കെ നമ്മളൊക്കെ പഠിക്കാൻ പോകുന്ന കാലത്ത് തുണിക്ക് എത്ര തുന്നുകളാണ്. പ്രത്യേകിച്ച് ഈ സുജൂദ് ചെയ്യുന്ന മുട്ടുമടക്കുന്ന സ്ഥലത്തൊക്കെ പിന്നിച്ചിട്ടുണ്ടാവും. അതൊക്കെ തുന്നി 5ഉം 10ഉം തവണ തുന്നി കീറി പിന്നെ ഒഴിവാക്കുക. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ മക്കൾക്ക് തുന്നാനറിയോ? സൂചി കോർക്കാനറിയോ? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വസ്ത്രം അവിടെ കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചു. എന്നിട്ട് പറഞ്ഞു, നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ ഇബ്നു മസ്ഊദ് കൊടുത്ത ദാനം എന്ന് പറഞ്ഞ് അല്ലാഹു ഉയർത്തി കാണിക്കുമ്പോ ഈ കീറിയ വസ്ത്രം കാണുന്നത് എനിക്ക് ഇഷ്ടമാകുന്നില്ല എന്ന് പറഞ്ഞു. മഹാനോ തുന്നിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചു. എന്നാൽ കീറിയത് അങ്ങനെ കൊടുക്കണ്ട. കാരണം ഇതൊക്കെ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോ ദാ ഇബ്നു മസ്ഊദിന്റെ വക ഒരു കീറിയ കുപ്പായം എന്ന് പറഞ്ഞു കേൾക്കുന്നത് നാണക്കേടല്ലേ? അതുകൊണ്ട് ഞാൻ മുന്തിയതേ കൊടുക്കൂ എന്ന് പറഞ്ഞ മഹാനവറുകൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ ദാനശീലനായിരുന്നു. ഒരു പെണ്ണ് ഒരു കപ്പ് പാല് മഹാനവറുകൾക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുകൊടുത്തു. ആ പെണ്ണിന് കൊടുത്തത് 100ഓളം ആടുകളെയാണ്. ഒരു പാവപ്പെട്ട ഉമ്മയാണ്. ഒരു ഗ്ലാസ് പാല് കൊണ്ടുകൊടുക്കുക. നമ്മളെ കൊണ്ടൊന്ന് ചെയ്യാൻ പറ്റും എന്ന് ചെയ്യണമെന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ജനറേഷൻ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനാണ്. ഒരു കപ്പ് പാലിന് ഒരു സമ്മാനം തിരിച്ചു കൊടുക്കണ്ടേ? 100 ഒട്ടകങ്ങളെ ആടുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ആ ആടുകൾ മുഴുവനും നിങ്ങളുടേതാണ്, കൊണ്ടുപോയിക്കോളൂ. അപ്പൊ ആരോ പറഞ്ഞു, ഇബ്നു അബ്ബാസ് തങ്ങളെ, ആ ഉമ്മാക്ക് ഒരാടിനെ കൊടുത്താൽ തന്നെ ഉമ്മ ബോധം കെടും. കാരണം ഒരു കപ്പ് പാലിന് ഒരാട് കിട്ടിയാൽ തന്നെ ആ ഉമ്മക്ക് ധാരാളമാണ്. നിങ്ങൾ കൊടുത്തത് 100 എണ്ണമോ? അത്ര വേണ്ടിയിരുന്നോ?
അപ്പോൾ പറഞ്ഞു തുഅ്തീന ബിഖദ്രിഹാ വനുഅ്തീഹാ ബിഖദ്രിനാ. ആ ഉമ്മ അവരുടെ പരിധിക്കനുസരിച്ചാണ് നമുക്ക് തന്നത്. ഒരു കപ്പ് നമ്മുടെ പരിധിക്കനുസരിച്ചല്ലേ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ മഹാൻ മുദർരിസാണ്. ശിഷ്യന്മാർക്ക് മുഴുവനും ചെലവ് ഇബ്നു അബ്ബാസ് തങ്ങളാണ് ചെയ്തിരുന്നത്. 30ഓളം കൊല്ലം ശിഷ്യന്മാരുടെ വസ്ത്രവും അവരുടെ ഭക്ഷണവും കമ്മിറ്റിക്കാരിലും മഹല്ലും അല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, നബി തങ്ങളുടെ പിതാവിന്റെ അനുജൻ അബ്ബാസ് തങ്ങളുടെ മകൻ, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, ഇന്ന് ത്വായിഫിൽ അന്ത്യവിഷമം കൊള്ളുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അത്രയും കച്ചവടം ചെയ്തിരുന്നു. ഒരു ബിസിനസ് ചെയ്തവരായിരുന്നു. ഒന്നും കുഴപ്പമില്ല. വലാ തൻസ നസീബക മിനദ് ദുനിയ ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك. അല്ലാഹു നിങ്ങളോട് ഉപകാരം ചെയ്തവനല്ലയോ? നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും ഒരു ഓക്സിജൻ സിലിണ്ടർ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രായമുള്ള ഒരു ഉമ്മക്കോ ഉപ്പക്കോ ഒരു രോഗിയായ ആൾക്കോ വെച്ച് കൊടുക്കുമ്പോഴാണ് 5 പൈസ ചെലവില്ലാതെ നമ്മൾ ഇൻഹെയിൽ ചെയ്തിരുന്ന നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ വില എത്രയാണെന്ന് ഓർമ്മ വരുന്നത്. അല്ലേ? നമ്മൾ അറിയുന്ന പോലുണ്ടോ? ഉറങ്ങുമ്പോൾ നമ്മൾ ശ്വസിക്കുന്നില്ലേ? നമ്മുടെ ബ്രെയിൻ ഉറങ്ങുകയാണ്. നമ്മുടെ ശരീരം തളർന്നു കിടക്കുകയാണ്. ശ്വസിക്കണമെങ്കിൽ, ബോധം വേണമെങ്കിൽ നമ്മളൊക്കെ മരിച്ചുപോകൂലേ? ഉറങ്ങി മരിച്ചുപോകൂലേ? നമ്മളറിയാതെ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ സിലിണ്ടർ വേണം ഇനി ഉമ്മാക്ക് നിലനിൽക്കാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അറിയും, പടച്ചവനെ ഇതായിരുന്നോ ഞാൻ 5 പൈസ ചെലവില്ലാണ്ട് കൊണ്ടുനടന്ന്. കിഡ്നി മാറ്റി വെക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓടുകയാണ്. അല്ലേ? അള്ളാഹു ശമനം നൽകട്ടെ. ലിവർ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ തളരുകയാണ്. ബ്രെയിനിന് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ തീർന്നു. ഹാർട്ടിന് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിച്ചു. ഇതൊന്നും ഒരു മെയിൻ്റനൻസ് പോലും ആവശ്യമില്ലാതെ അള്ളാഹു നിങ്ങൾക്ക് നടത്തിത്തരുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതിനാണ് രോഗികളെ നമ്മുടെ മുമ്പിലേക്ക് പടച്ചവൻ കാണിച്ചു തരുന്നത്. ആരോഗ്യമുള്ളവർക്ക് എനിക്കൊന്നും കിട്ടിയില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണ് എത്ര പൈസ കൊടുത്താൽ നിങ്ങൾ വിൽക്കും? എത്ര കോടി തരാന്ന് പറഞ്ഞാൽ കൊടുക്കും? നിങ്ങളുടെ കണ്ണ് കൊടുക്കോ? ആ 2 കണ്ണുകളുടെ വില കോടികളല്ല, അതിനപ്പുറമാണ്. അതിനൊരു കുഴപ്പമില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ അനുഗ്രഹത്തിലാണ്. നമ്മുടെ ഹാർട്ടിന്, നമ്മുടെ കൈകാലുകൾക്ക് ബെഡ്റിഡനായി കിടക്കുന്ന, ബെഡിൽ കിടക്കുന്ന രോഗികളെ നമ്മൾ ചെന്ന് കാണണം. RCCയിൽ നമ്മുടെ തൊട്ടടുത്തല്ലേ? അല്ലാഹുവേ, നീ എല്ലാ രോഗികൾക്കും ശിഫ കൊടുക്കണേ പടച്ചവനെ, ശിഫ കൊടുക്കണേ റബ്ബേ. തിരുവനന്തപുരത്ത്, നമ്മുടെ കൊല്ലത്ത്, നമ്മുടെ അടുത്തടുത്ത് ആറ്റിങ്ങൽ, എത്രയെല്ലാം ഹോസ്പിറ്റലുകളിൽ രോഗികൾ കിടക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ ഒന്ന് പോയി നോക്കുമ്പോഴല്ലേ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. Do good to people as Allah has done to you. അല്ലാഹു നിങ്ങൾക്ക് നന്മ ചെയ്ത പോലെ ജനങ്ങൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. നോക്കണം, സമ്പാദിക്കണം, പൈസ ഉണ്ടാക്കണം എന്ന് പഠിപ്പിക്കുന്ന കോഴ്സുകൾ ഒരു ഭാഗത്ത് നമ്മുടെ മക്കൾ പഠിക്കുമ്പോൾ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. Do favor to your community. Give back to your people. ജനങ്ങൾക്ക് കൊടുക്കണം, സമൂഹത്തിന് നൽകണം. നീ ജനങ്ങളെ സേവിക്കണം. Serve them, help them, cherish them, care for them. കമാ അഹ്സനല്ലാഹു ഇലൈക്. അല്ലാഹു നിന്നോട് നന്മ ചെയ്ത പോലെ കരുണയും സഹായവും ഒരു താങ്ങും ആശ്രയിക്കുന്ന എത്രയോ ആളുകൾ നിനക്ക് ചുറ്റുമുണ്ട്. കണ്ണ് തുറക്ക്, കണ്ണ് തുറക്ക്. കണ്ണ് തുറന്നാൽ പടച്ചതമ്പുരാന്റെ സാന്നിധ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. രോഗികളുടെ അടുത്ത് പടച്ചവനുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വജൂദൻ യലീഖു ബിജലാലില്ലാഹി സുബ്ഹാന. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും റഅഫത്ത് കൊണ്ടും കരുണ കൊണ്ടും രോഗിയുടെ കൂടെ പടച്ചവനുണ്ട് എന്ന് അല്ലാഹു ചോദിക്കും അത്രേ നാളെ പരലോകത്ത്. ജുഅ്തു വലം തുത്ഇംനി. എനിക്ക് വിശന്നപ്പോൾ നീ എന്തേ എനിക്ക് ഭക്ഷണം തരാതിരുന്നത്? ളമഇതു ഫലം തസ്ഖിനി. എനിക്ക് ദാഹിച്ചപ്പോൾ നീ എന്തേ എനിക്ക് വെള്ളം തരാതിരുന്നത്? അല്ലാഹുവിനോട് പടപ്പുകൾ മനുഷ്യർ ചോദിക്കുമത്രേ, യാ റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, നിനക്ക് വിശക്കുകയോ നിനക്ക് ദാഹിക്കുകയോ? എൻ്റെ സൃഷ്ടിയായ എൻ്റെ അടിമയായ ഇന്നാലിന്ന ആണ്, ഇന്നാലിന്ന പെണ്ണ് നിന്റെ ചുറ്റുവട്ടത്ത്, നിന്റെ കൺമുമ്പിൽ, നിന്റെ മഹല്ലിൽ, നീ അറിയുന്നിടത്ത്, നിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടില്, നീ അറിയുന്നിടത്ത്, നിന്റെ ബന്ധുക്കളിൽ പാവപ്പെട്ട ആളുകൾ പട്ടിണി കൊണ്ട് വിഷമിച്ചപ്പോൾ നീ ഭക്ഷണം കൊണ്ട് ധൂർത്ത് കാണിച്ചില്ലയോ? നീ എന്തുകൊണ്ട് അവർക്ക് അന്നം കൊടുത്തില്ല? അത് കൊടുത്തിരുന്നെങ്കിൽ എത്രയോ പ്രതിഫലം നിനക്കിവിടെ കിട്ടുമായിരുന്നു. ഇന്ന്
എനിക്ക് വസ്ത്രമില്ലാതിരുന്നപ്പോൾ നീ എനിക്ക് വസ്ത്രം തന്നില്ലയോ പടച്ചവനെ, നിനക്കെങ്ങനെയാണ് വസ്ത്രമില്ലാതെയാവുന്നത്? വഅൻത റബ്ബുൽ ആലമീൻ, നീ ലോകത്തിന്റെ രക്ഷിതാവല്ലയോ പടച്ചവനെ. അതെ, ഒരു യൂണിഫോം വാങ്ങിക്കാൻ വകയില്ലാതെ സ്കൂളിൽ പോകാൻ വിഷമിച്ചിരുന്ന കുട്ടികള്, വസ്ത്രം വാങ്ങിക്കാനില്ലാതെ പെരുന്നാളിന് പുതുവസ്ത്രം ഇട്ട് നടന്നപ്പോ, ഒരു കല്യാണത്തിനും ഒരു സദ്യക്കും പോകാൻ മടി കാണിച്ച മക്കള് എന്തേ വർഷങ്ങളായിടുന്ന ഒരു ചുരിദാറേ ഉള്ളൂ, ഒരു പർദ്ദയേ ഉള്ളൂ, ഒരു വസ്ത്രമേ ഉള്ളൂ. പുതിയൊരു വസ്ത്രമില്ലാതെ എങ്ങനെയാണ് ഒരു ഫംഗ്ഷന് പോവുക എന്ന് നാണിച്ച് മടിച്ച്, അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രമില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നപ്പോൾ അലമാരകൾ നിറച്ചു വെച്ചവരല്ലയോ നിങ്ങൾ? ഓരോ വസ്ത്രത്തിലേക്കും മാച്ച് ചെയ്യുന്ന ചെരുപ്പുകൾ, അലമാര നിറയെ, ഷൂറാക്ക് നിറയെ ചെരുപ്പുകൾ ഒരാൾക്ക് മാത്രം. നിങ്ങളുടെ ഡ്രോവറുകൾ മുഴുവനും ഓരോന്നിനും മാച്ച് ചെയ്യുന്ന ഓർണമെന്റ്സുകൾ, ആഭരണങ്ങൾ, ഫാൻസികൾ, ഇതെല്ലാം നിങ്ങൾ കുത്തി നിറച്ച് വെച്ചപ്പോഴും നിങ്ങളുടെ കൂടെ പഠിച്ച കുട്ടിയെ, നിങ്ങളുടെ അയൽവാസിയായ ഒരു കുട്ടിക്ക്, നിങ്ങളുടെ നാട്ടുകാരനും ബന്ധുവുമായ നിങ്ങളുടെ അയൽവാസിയോ നിങ്ങളുടെ പരിചയത്തിലോ ഉള്ള ഒരാൾക്ക് ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ എന്തേ നിനക്ക് സാധിക്കാതെ പോയത്? നീ അത് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നിനക്ക് ഞാൻ കൂലി തരുമായിരുന്നു, നീ എന്തുകൊണ്ടത് ചെയ്തില്ല? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് അൽ അൻസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് ഞാൻ ഇവിടെ വിചാരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ പേഴ്സണലി ഇതൊക്കെ ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഈ സംഘടനയുടെ കൂടെ നിൽക്കുക, അവരെ സഹായിക്കുക, അവരെ നമുക്ക് വക്കാലത്തായിട്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു ചോദ്യമുണ്ട്, മരിൽതു ഫലം തസുർനി. അള്ളാഹു പറയുകയാണ്, ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ എന്തേ എന്നെ ഒന്ന് സന്ദർശിക്കാൻ വരാതിരുന്നത്? കൊറോണ കൊണ്ട് നഷ്ടപ്പെട്ട ഒരു അമൽ അതാണ്. ഒരൊറ്റ കുട്ടി ഒരു രോഗിയെ പോയി സന്ദർശിക്കൂല. ഇൻഫെക്ഷൻ പണ്ടേ അല്ലേ ഇതൊക്കെ? അന്നൊക്കെ ഇൻഫെക്ഷൻ പേടിച്ചിട്ടാ ഉമ്മക്ക്, അനുജന്, ജ്യേഷ്ഠന്, അനിയത്തിക്ക്, ജ്യേഷ്ഠത്തിക്ക്, ഉമ്മാമയ്ക്ക്, ഉത്തമ്മയ്ക്ക്, എളാമയ്ക്ക്, മാമന് രോഗിയാവുമ്പോൾ പോയി സന്ദർശിക്കാറില്ലേ? നമ്മുടെ സുഹൃത്തുക്കളെ പോയി കാണാറില്ലേ? ഇതൊരു ആശ്വസിപ്പിക്കലല്ലേ? കൊറോണ കാലത്തെന്തോ മാസ്ക് ധരിച്ച് നമ്മളൊക്കെ വല്ലാണ്ട് പേടിപ്പിച്ചപ്പോൾ പിന്നെ ആരും ഒരു രോഗിയുടെ അടുത്ത് പോലും ചെന്ന് നോക്കാത്ത അവസ്ഥ വന്നല്ലേ? പടച്ചവനെ, നമ്മൾക്ക് മറക്കാൻ നേരായി കൊറോണയ്ക്ക്. ഇപ്പോൾ നമ്മളത് അനുഭവിച്ചതുകൊണ്ട് നമുക്ക് ശരിക്കും ഇപ്പം അറിയാം. അടുത്തൊരു തലമുറ ഒരു 10, 20, 30 കൊല്ലം കഴിഞ്ഞാൽ അതൊക്കെ ഒരു ചരിത്രമായിരിക്കും. അപ്പോൾ അവർക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കോണി വെച്ച് പിന്നാമ്പുറത്തു കൂടെ വാപ്പ കയറി വന്ന് പട്ടിക്ക് ഭക്ഷണം കൊടുക്കണ പോലെ കൊടുത്തതും, ആ പാത്രം കോലുകൊണ്ട് തോണ്ടിയെടുത്തതും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവോ? ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ, ഭർത്താവ് കുവൈറ്റിൽ നിന്ന് വരുന്നുണ്ട്, ഇന്നത്തെ ഫ്ലൈറ്റിൽ കൊറോണയായിട്ടാ വരുന്നത്, ഞാൻ പോവാ എൻ്റെ വീട്ടിലേക്ക്, ദേ അവിടെ ചാവി വെച്ചിട്ടുണ്ട് കേട്ടോ ഗേറ്റിൻ്റെ താഴെ, നീ ഒറ്റക്ക് കയറി കിടന്ന് ഞാൻ പോവാ. എന്ത് സ്നേഹല്ലേ നമുക്ക്! എന്താ സ്നേഹം എന്നറിയോ? എന്താ സ്നേഹം എന്ന് മനുഷ്യൻ നമ്മുടെ മലയാളി പഠിച്ചിട്ടുണ്ടോ? ഉണ്ടിട്ടോ. നിയമപാലകരും നാട്ടുകാരും ഒക്കെ ഒറ്റപ്പെടുത്തുമ്പോഴും ആരും കാണാതെ ഒരുമിച്ച് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ സേവനത്തിന് നിന്നുകൊടുത്ത പെണ്ണുങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ വലിയൊരു വിഭാഗം സ്വന്തം തടി നോക്കി തപ്പിയവരാണ്, അല്ലേ? അപ്പൊ മനസ്സിലായി ഇത് ഒറിജിനൽ ഏതാണ്, ഫേക്ക് ഏതാണെന്ന് മനസ്സിലായി, അല്ലേ? സുബ്ഹാനല്ലാഹ്. രോഗിയായി കിടന്നിരുന്നപ്പോൾ നീ എന്തേ എന്നെ കാണാൻ വരാതിരുന്നത്? സുബ്ഹാനക്, പരിശുദ്ധനായ റബ്ബേ, നിനക്ക് രോഗം ബാധിക്കുകയോ? അതെ, നീ അറിയുന്ന നിന്റെ ബന്ധങ്ങളിലും പരിചയങ്ങളിലും രോഗിയുണ്ടായിരുന്നപ്പോൾ നീ എന്തേ അവരെ സന്ദർശിക്കാതിരുന്നത്? നീ അത് ചെയ്തിരുന്നുവെങ്കിൽ ലവജത്തനീ ഇൻദഹു, നേരത്തെ പറഞ്ഞതൊക്കെ അതിൻ്റെ കൂലി ഇവിടെ കിട്ടുമായിരുന്നു, അതിൻ്റെ പ്രതിഫലം ഞാൻ ഇവിടെ തരുമായിരുന്നു. രോഗിയെ പറ്റി പറഞ്ഞപ്പോൾ നീ അവിടെ ആ ഒരു മനുഷ്യനെ കാണാൻ വന്നിരുന്നുവെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് അല്ലാഹു ജല്ല ജലാലുഹു. നോക്കണേ, കാരണം രോഗികളുടെ മനസ്സ്, നിരാശ പൂണ്ട് കിടക്കുന്ന രോഗികൾ, പ്രത്യേകിച്ചും ഒരു ശമനം പ്രതീക്ഷിക്കാത്ത രോഗികളായി കിടക്കുന്നവർ, ക്യാൻസറോ ട്യൂമറോ ആയി ഡോക്ടർമാർ വൈദ്യത്തിന് ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, അല്ലാഹുവേ, നിന്റെ ഒരു തണലല്ലാതെ
നിന്റെ ഒരു സഹായമല്ലാതെ, നീ നൽകുന്ന ഒരു അത്ഭുത ചികിത്സയല്ലാതെ ഇനി മനുഷ്യർക്കൊന്നും എന്നോട് ചെയ്യാനില്ല റബ്ബേ എന്ന് ചിന്തിച്ച് മനസ്സ് മുഴുവൻ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുന്ന ഒരു നേരമാണത്, ഏത് രോഗിയാണെങ്കിലും. അതുകൊണ്ട് നിനക്ക് എന്നെവിടെ കാണാമായിരുന്നല്ലോ എന്ന് അല്ലാഹു ജല്ല ജലാലുവിൻ്റെ ഒരു മറുപടി നോക്കണം. ഇത്രയെല്ലാം പ്രതിഫലങ്ങളുടെ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നന്മ ചെയ്ത പോലെ, അല്ലാഹു നിങ്ങളോട് നന്മ കാണിച്ച പോലെ നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കണം, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബ്തഗി ഫീമാ ആതാകല്ലാഹുദ് ദാറൽ ആഖിറഹ വലാ തൻസ നസീബക മിനദ് ദുനിയാ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അവസാനമായി ആയത്ത് അവസാനിക്കുകയാണ്. സൂറത്തുൽ ഖസസിലെ 77-ാമത്തെ ആയത്താണിത്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. അല്ലാഹുവിന്റെ ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുതേ, അനാർക്കി ഉണ്ടാക്കരുത്, ഖയോസ് ഉണ്ടാക്കരുത്, പ്രോബ്ലംസ് ഉണ്ടാക്കരുത്, സംഘട്ടനങ്ങളും യുദ്ധങ്ങളും വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കരുതേ. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. ഭൂമിയിൽ മനുഷ്യൻ സൃഷ്ടിച്ചെടുക്കുന്ന ഒന്നിനെയും നശിപ്പിക്കരുതേ. നിങ്ങൾ സൃഷ്ടികർമ്മം ചെയ്യേണ്ടവരാണ്, സംഹാരം ചെയ്യേണ്ടവരല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ട്രാൻസ്പോർട്ടുകളാവട്ടെ, ഗവൺമെന്റ് സ്ഥാപനങ്ങളാവട്ടെ, എന്തെന്ത് പ്രതിഷേധങ്ങളാണെങ്കിൽ പോലും പൊതുമുതൽ നശിപ്പിക്കുന്നത് കുറ്റകരമാണ്. കാരണം പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് അവരത് എടുക്കുന്നത്. അത് ജനങ്ങളുടെ സ്വത്താണ്, ജനങ്ങൾ നശിപ്പിക്കുന്നത്. നമ്മുടെ വികാരമോ ദേഷ്യമോ ശമിപ്പിക്കാനാണെങ്കിൽ പോലും വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. അല്ലാഹുവിന്റെ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഈ ഉമ്മത്ത് പ്രത്യേകിച്ചും സമാധാനപ്രിയരായി ജീവിക്കേണ്ടവരാണ്, പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടേണ്ടവരല്ല. വികാരമല്ല, വിവേകമാണ് നമ്മളെ നയിക്കേണ്ടത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. വിഭവങ്ങളെല്ലാം നൽകിയിട്ട് നിങ്ങൾ പരലോകം കാക്ഷിക്കണേ. ഈ വിഭവങ്ങളിൽ നിങ്ങൾക്ക് ഈ ലോകത്തെ ഹലാലായത് നിങ്ങൾ ആസ്വദിച്ചോളൂ. നന്മ ചെയ്യണേ ജനങ്ങൾക്ക്, അള്ളാഹു നന്മ ചെയ്ത പോലെ. എന്നാൽ നശിപ്പിക്കരുതേ. നശിപ്പിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. എത്ര നല്ല പോസിറ്റീവ് ഇൻഫർമേഷൻ, എത്ര മനോഹരമായ ചിന്തകളാണ്. ജീവിതത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന, ജീവിതത്തിന്റെ എല്ലാ അർത്ഥതലങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരായത്ത്. എന്തിനാണ് ഭൗതികത, എന്തിനാണ് പഠിക്കുന്നത്, എന്തിനാണ് ജോബ്, എന്തിനാണ് സമ്പാദ്യം, ഇതിനെല്ലാം മറുപടിയുണ്ട് ഇവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആരോഗ്യമുള്ള മസ്സിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഹബീബും നിബിതങ്ങളും ഇരിക്കുമ്പോൾ മുമ്പിലൂടെ കടന്നു പോവുകയാണ് ഒരു ചെറുപ്പക്കാരൻ. നല്ല ജിമ്മിന് പോകുന്നവർ. ജിമ്മിനൊക്കെ പോകുമ്പോൾ തന്നെ ഒരു മാനസികമായിട്ടൊക്കെ ഒരു ഉന്മേഷം കിട്ടും അല്ലേ? ജിമ്മിൻ്റെ ആൾക്കാർ ആദ്യം തന്നെ 3 മാസത്തെ ഫീസ് വാങ്ങിക്കും. എന്തിനാണെന്നറിയോ? ഈ ആവേശം ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം വാങ്ങിച്ചു വെക്കും. അവരുടെ ലാഭം തന്നെ അതാ. പിന്നെ ഈ ആൾ 10 ദിവസം കഴിഞ്ഞാൽ വരൂല. അവർക്കറിയാം വളരെ കഷ്ടപ്പെട്ടിട്ട് വേണം ഇതിന് പോകാൻ. ഉറക്കം വരും, ക്ഷീണം വരും, ഇന്ന് വേണോ നാളെ പോരെ. ജിമ്മിന് പോകുമ്പോൾ നൈക്കിൻ്റെ ഷൂ ഒക്കെ വാങ്ങിച്ച് പാൻറ്റും കുപ്പായൊക്കെ കുറച്ച് പൈസ ചിലവാക്കും. എന്നാൽ നാളെ മുതൽ ഞാൻ ഫിറ്റാവാൻ പോവുകയാണ് എന്ന ആ ഒരു സമാധാനത്തിൽ. നല്ലതാണ് കേട്ടോ, നല്ലതാ, എനിക്ക് വേണം. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിദ് ദഈഫ്. A healthier believer is dearer in the sight of Allah than a weak believer. ആരോഗ്യമുള്ള വിശ്വാസിയെ ആരോഗ്യമില്ലാത്തവനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യം വേണം. ആരോഗ്യത്തിൻ്റെ വലിയൊരു രഹസ്യം കൃത്യമായ ഉറക്കവും മിതമായ ഭക്ഷണവും പിന്നെ എക്സസൈസ്. നമ്മളെ കേരളീയരായ ആളുകൾക്ക് തീരെ ഇല്ലാതെ പോയ, ഇവിടുന്നാണ് നമ്മളിങ്ങനെ മടിയന്മാരായി പോയതെന്നാവോ അല്ലേ? ഡോക്ടർമാർ നടക്കണമെന്ന് പറഞ്ഞാൽ റോഡിലൂടെ പിന്നെ കൂട്ട നടത്തമാണ്.
നമ്മുടെ റോഡാണെങ്കിലും ബസ്സിന് പോകാൻ സ്ഥലമില്ല അവിടെ. അതിൻ്റെ ഇടയ്ക്ക് ട്രക്കും കണ്ടെയ്നറും മറ്റേ ടാങ്കറുകളും നായകളുടെ കടി വേറെയും. റോഡിലൂടെ അല്ല ശരിക്കും നടക്കേണ്ടത്. അതിലുള്ള സംവിധാനങ്ങളൊക്കെ ഓരോ മഹല്ല് സംവിധാനങ്ങളിൽ ഒരു ജോഗിങ് ട്രാക്കുകൾ, നമ്മുടെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടോ ഇതുപോലെയുള്ള കൺവെൻഷൻ സെൻ്ററുകളോ നമ്മുടെ മഹല്ലിനൊക്കെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് സേഫായിട്ട് അവിടെ എക്സസൈസ് ചെയ്യാൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വെവ്വേറെ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ്. നായകടിക്കും പർദ്ദട്ടൊക്കെ ധരിച്ച് നടക്കുമ്പോൾ വണ്ടികൾക്ക് ഇപ്പുറത്തൊരു ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ ഈ സൈഡിലൂടെ പോകുന്ന ആളെ കാണൂല. വണ്ടി തട്ടി മരിക്കുന്ന എത്ര കേസുകളുണ്ട്. രാവിലെ നടക്കാൻ ഇറങ്ങിയതായിരിക്കും, ഈ പർദ്ദട്ട് നടന്നാൽ കാണുമോ? റോഡ് സൈഡിലൂടെ ഒരു റിഫ്ലക്ടറോ ഒരു ഹൈവീസോ ഒന്നും ധരിക്കുന്നില്ലല്ലോ. പിന്നെ നമ്മൾ ചെരുപ്പിട്ടിട്ടാണ് നടക്കുക. ചെരുപ്പിട്ട് നടന്നാൽ കാലിന് മുട്ടിന് വേദന വരും. അതിന് ജോഗിങ്ങിനും നടക്കാൻ ഉപയോഗിക്കുന്ന ഷൂ തന്നെ പോയിട്ട് വാങ്ങിക്കണം. അപ്പോഴേ ആ ആരോഗ്യത്തോടു കൂടെ നടക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഉപകാരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ നടക്കുന്നത് കൊണ്ട് വേറെ അസുഖങ്ങൾ കയ്യിൽ വരും. അപ്പോൾ അതൊക്കെ അള്ളാഹുവിന് ഇഷ്ടമാണ്, നമ്മൾ ആരോഗ്യം പരിരക്ഷിക്കുന്നത്. അപ്പോൾ ഒരു സ്വഹാബി അദ്ദേഹം മുമ്പിലൂടെ കടന്നു പോവാണ്. അപ്പം ചില ആളുകൾ 1-2 ഡയലോഗ് അവിടെ പറഞ്ഞു. ഓഹ്, എന്താ പോക്ക്, എന്താണ് അവനെ കൊണ്ടൊക്കെ കാര്യം, അവൻ്റെ ആരോഗ്യം കൊണ്ട് എന്ത് കാര്യമാണുള്ളത്. ഇത് ഞാൻ നമ്മുടെ ജിമ്മിന് പോകുന്ന മക്കളോടൊന്ന് ഓർമ്മിപ്പിക്കുകയാണേ. കട്ടക്ക് മസിലൊക്കെ ഉണ്ടായിട്ടേ നിങ്ങളിതിങ്ങനെ ഷോ ചെയ്യാന്നല്ലാണ്ട് ഒരു സിമൻറ്റ് ചാക്ക് പിടിച്ചു കൊടുക്കാനെങ്കിലും ഉപകാരപ്പെടാറുണ്ടോ? അത് മസിലുള്ള കുട്ടി വാടാ, നീ ഇതൊന്ന് സഹായിക്ക്, ഹെൽപ്പ് ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മസിലുള്ള കുട്ടികളൊക്കെ വന്ന് സഹായിക്കാറുണ്ടോ? നമ്മുടെ പള്ളിക്കും മദ്രസക്കും നാടിനും സേവനത്തിനൊക്കെ ഉണ്ടോ? ഉണ്ടാവുമായിരിക്കുമല്ലോ, ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ വിചാരിക്കട്ടെ. അതങ്ങനെ ആ കടക്കിൽ ആ 6 പാക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു അതുവരെ ഷോർട്ട് ഒരു ബനിയനൊക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഭയങ്കര കോൺഫിഡൻസ് അല്ലേ. ഇതിങ്ങനെ കട്ട കാണിക്കാനുള്ളതാണെന്നാ വിചാരം. അത് എന്തെങ്കിലും ചെയ്യണ്ടേ? നേരത്തെ പൈസന്റെ കഥ പറഞ്ഞ പോലെ കാശുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം അത് ലക്ഷ്യമല്ല, അതൊരു മാർഗമാണ്. കാശുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഇന്നുപോലെ ആരോഗ്യ മസിലൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? നീ ഒരു സെൽഫി കൊടുത്തിട്ട് ഇങ്ങനെ ഷോ ഓഫ് ചെയ്യാനാണോ? എന്തിനാണിത് ചെയ്യുന്നത്? അതുകൊണ്ട് ഉപകാരം വേണ്ടേ? സമൂഹത്തിന് ഉപകാരപ്പെടണം, നന്മകളിലേക്ക് മുന്നിട്ടിറങ്ങണം. സ്വഹാബിമാർ പറഞ്ഞു, നബിയെ എന്ത് കാര്യം ഞങ്ങൾ അങ്ങയുടെ സദസ്സിലിരിക്കുന്ന സ്വഹാബികളല്ലയോ? ഞങ്ങൾ അങ്ങയുടെ വായിൽ നിന്ന് വീഴുന്ന മണിമുത്തുകൾ പെറുക്കിയെടുക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന പോലെ ഈ സദസ്സിൽ പോലും ഇരിക്കാതെ മസില് കാണിച്ച് ഇയാള് നടന്നു പോകുന്നു. എന്ത് കാര്യം നബിയേ എന്ന് സ്വഹാബിമാർ അടക്കം പറഞ്ഞപ്പോൾ അവരോട് പുണ്യനബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരാശയം, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. മനുഷ്യന്റെ ചിന്തകളെ തൊട്ടുണർത്തിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ ഈഗോകളെ തകർത്തുകളഞ്ഞ, മനുഷ്യന്റെ അസൂയകളെ ഇല്ലായ്മ ചെയ്ത, മനുഷ്യനെ പച്ചയായ നിഷ്കളങ്കനായ മനുഷ്യനാക്കി മാറ്റാൻ വന്ന ലോകത്തിന്റെ ഗുരു. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. I was sent to perfect the human character. മനുഷ്യ സ്വഭാവത്തെ ഏറ്റവും ഉത്തമമായ പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകാനാ എന്നെ അള്ളാഹു നിയോഗിച്ചത് എന്ന് പറഞ്ഞ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവം ഉണ്ടാക്കി കൊടുക്കാനല്ല, സ്വഭാവത്തെ അതിന്റെ പെർഫെക്ഷനിലേക്ക്, അതിന്റെ പീക്കിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും നല്ല സ്വഭാവക്കാരാവണം മുസ്ലിമീങ്ങൾ, ഹബീബിന്റെ അനുയായികൾ സ്വല്ലല്ലാഹു. അതിനാണ് നമ്മളെ നല്ല മനുഷ്യരാക്കാനാ പുണ്യനബി തങ്ങൾ വന്നത്. അത് ഇന്നും ഇനി ഖിയാമത്ത് നാൾ വരെയും ഹബീബിന്റെ അധ്യാപനങ്ങൾ പ്രസക്തമാണ്. നോക്കൂ തങ്ങൾ പറയുന്നത് എന്താ. സ്വഹാബികൾ പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഇരിക്കല്ലേ, ഇയാൾ ഇവിടെ ഒന്നും ഇരിക്കുന്നില്ലല്ലോ, അയാൾ ആ മസ്ലിം കാണിച്ച് പോകുന്ന പോക്ക് കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോ പുണ്യനബി തിരുത്തി കൊടുക്കുകയാണ്. ആ മനുഷ്യൻ ആരാണെന്ന് പോലും നബി തങ്ങൾക്കറിയില്ല. പക്ഷേ ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനാണ് മുമ്പിലൂടെ കടന്നുപോയത് എന്ന് മാത്രമാണ് തങ്ങൾക്കറിയുന്നത്. തങ്ങൾ പറഞ്ഞു, ഇൻകാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നവർക്കാണ് കൂലി എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് സ്വഹാബികളെ? ഞാനെന്ന് പറഞ്ഞോട്ടെ, ഇൻകാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറാ. കൊച്ചുമക്കൾ വീട്ടിലുണ്ടായിരിക്കെ ആ പിഞ്ചുമക്കൾക്ക് അന്നം കൊടുക്കാൻ വേണ്ടി ജോലി അന്വേഷിച്ചുകൊണ്ടാണ് അവൻ പോയതെങ്കിൽ അയാൾ അല്ലാഹുവിന്റെ മാർഗത്തിലാണ് ആ പോകുന്നത്.
وإن كان خرج يسعى على أبوين شيخين كبيرين فهو في سبيل الله. പ്രായമായ ഉപ്പയും ഉമ്മയും വീട്ടിലുണ്ടോ? നിങ്ങൾക്കറിയുമോ സ്വഹാബികളെ? ആ മനുഷ്യന്റെ വീട്ടിൽ അബവൈനി ശൈഖൈനി കബീറൈൻ, പ്രായമായ രണ്ട് ഉപ്പയും ഉമ്മയും ഓരോരുത്തരും പ്രായമായ 2 പേർ തൻ്റെ വീട്ടിലുണ്ടായിരിക്കെ അവർക്ക് മരുന്ന് വാങ്ങിക്കാനോ ഭക്ഷണം കൊടുക്കാനോ അവരെ സംരക്ഷിക്കാനോ അവർക്കാവശ്യമുള്ള പൈസ ഉണ്ടാക്കാനോ വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ നമ്മുടെ മുമ്പിലൂടെ പോയതെങ്കിൽ അവൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നതിൻ്റെ കൂലിയിലാണ്. ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ തന്നെയാണ്. എൻ്റെ സദസ്സിൽ നിങ്ങളോടൊപ്പം എൻ്റെ കൂടെ ഇവിടെ ഇരുന്നാൽ മാത്രമേ അള്ളാന്റെ വഴിയിലാവുകയുള്ളൂ എന്ന് ചിന്തിക്കരുത്. അധ്വാനിക്കാൻ പോകുന്ന മനുഷ്യന്റെ പോക്ക് അള്ളാഹുവിൻ്റെ വഴിയിലാണ്. മാതാപിതാക്കളെ പ്രായമായവരെ സംരക്ഷിക്കാനാണ് പോകുന്നതെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. ഇൻ ഖറജ യസ്ആ അലാ നഫ്സിഹി യഇഫുഹാ ഫഹുവ ഫീ സബീലില്ലാഹ്. ഇനി അയാൾ പോയത് മക്കൾക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ ഉമ്മക്കോ ഉപ്പയ്ക്കോ വേണ്ടിയോ ഒന്നുമല്ല. സ്വന്തം ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, മറ്റാവശ്യങ്ങള് ഇത് നിർവഹിക്കാൻ കാശ് വേണമല്ലോ. അത് നിർവഹിക്കാൻ ആരോടും യാചിക്കാതിരിക്കാൻ, സ്വന്തം ആവശ്യങ്ങൾ വരുമ്പോൾ അതിന് പൈസ എടുക്കാൻ കയ്യിൽ വേണം എന്ന ആഗ്രഹത്തോടെ ഒരു ജോലി ചെയ്യാനാണ് അവൻ പോയതെങ്കിൽ അവനും അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ്. ഫീ സബീലില്ലാഹ്. യുദ്ധത്തിന് പോകുന്നവരെ കുറിച്ച് പറയുന്ന വാക്കാണത്. അവൻ അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ്. ഇനി പറഞ്ഞു, وإن كان خرج يسعى رياء ومفاخرة. ആളുകളെ മസിൽ കാണിക്കാനും, ഞാൻ ആരോഗ്യമുള്ളവനാണ്, ഞാൻ ഹൈറ്റും വെയിറ്റും ഉള്ളവനാണ്, എൻ്റെ മസിൽ കണ്ടോ എന്ന് ജനങ്ങളുടെ മുമ്പിൽ മിസ്കീന്മാരായ ആരോഗ്യമില്ലാത്ത മനുഷ്യരെ ഒന്ന് താഴ്ന്ന നിലവാരത്തിൽ ഇടം കണ്ണുകൊണ്ട് നോക്കി നിസ്സാരപ്പെടുത്തിയിട്ടാണ് അവൻ സ്വന്തം ആരോഗ്യത്തിൽ അഹങ്കരിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലി ശൈത്വാൻ, അവൻ പിശാചിന്റെ വഴിയിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് കൂലിയാണ്, എല്ലാം പ്രതിഫലമാണ്. കൂട്ടത്തിൽ പെൺകുട്ടികളോട് പറയാണ്, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിൻ്റെ ഷോൾഡറിലാണ് അള്ളാഹു ഏൽപ്പിച്ചത്. അത് പെണ്ണ് അഭിമാനത്തോടെ കാണേണ്ട സംഗതിയാണ്. എന്നെ അള്ളാഹു അത്രയും ബഹുമാനിച്ചു, ഞാൻ അധ്വാനിക്കേണ്ട. ഒരു പുരുഷൻ അധ്വാനിച്ചിട്ടൊരു പെണ്ണ് സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നാ ചിന്തിക്കേണ്ടത്. പെണ്ണുങ്ങൾ അതൊരു ഇൻഫീരിയർ ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ ഇല്ലായികയില്ല. ഞാനൊന്ന് പഠിക്കട്ടെ, ഓക്കെ, ഒരു ജോലി കിട്ടട്ടെ, ഓക്കെ, ഞാനൊന്ന് ഫൈനാൻഷ്യലി സെറ്റിൽ ആവട്ടെ, എന്നിട്ടൊരു കല്യാണം വേണമെങ്കിൽ ആലോചിക്കാം. അത് വേണ്ട പെങ്ങളെ, അത് കുറ്റകരമാണ്. അങ്ങനെയല്ല പുണ്യനിബിതങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ സംരക്ഷിക്കാൻ ദീനീ ബോധവും സംസ്കാരവും സത്യസന്ധതയുമുള്ള ഒരാൾ വിവാഹം ആലോചിച്ചു വന്നാൽ, നിങ്ങൾക്ക് വിവാഹപ്രായമെത്തിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ നീട്ടിക്കൊണ്ടുപോകരുത്. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഇസ്ലാം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് മറ്റു അന്യ ആളുകളുമായി ഇടപഴകുന്ന ഒരു സാഹചര്യമല്ലാതെ നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ജോലിക്ക് സാധ്യതയുണ്ടോ, നിങ്ങൾക്ക് ജോലിക്ക് പോകാം. നിങ്ങളുടെ ഭർത്താവ് ഒരിക്കലും നിങ്ങളെ ജോലി ചെയ്യാൻ നിർബന്ധിക്കാൻ പാടില്ല. നീ ജോലിക്ക് പോ, ഞാൻ അവിടെ മക്കളെ നോക്കിക്കോളാം, ഇത് പുരുഷൻ പറയാൻ പാടില്ല. അവൻ ജോലിക്ക് പോകണം. ഭാര്യ പറയാൻ, ഞാൻ പഠിച്ച കോഴ്സല്ലേ, ഒരു ജോബ് അവിടെ ഉണ്ട്, വീട്ടിൽ ഞാൻ വെറുതെ ഇരിക്കല്ലേ, ഞാൻ പൊയ്ക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ സമ്മതത്തോടുകൂടെ അവൾക്ക് പോകാം. അവൾ അധ്വാനിക്കുന്നത് അവൾക്കുള്ളതാണ്. ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമം എന്താ പറയാ? ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. 2 പെണ്ണിന്റെ ഓഹരിയാണ് ഒരു പുരുഷന് കിട്ടുന്നത്. ഒരാണിന് പെണ്ണിന്റെ ഇരട്ടി മാതാപിതാക്കളുടെ സ്വത്തിൽ അവകാശമുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടത്? പെണ്ണിന്റെ സ്വത്ത് അവൾക്ക് മാത്രമുള്ളതാണ്. അത് അവൾക്ക് മേക്കപ്പ് വാങ്ങാനും അതിനും അവളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി. ആണിന്റെ സ്വത്ത് എന്തിനാണെന്നറിയോ?
ആ സ്വത്തുനിന്ന് വേണം പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, തൻ്റെ ഭാര്യയെ നോക്കാൻ, മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ, മക്കളെ വിവാഹം ചെയ്തയക്കാൻ, വീട് വെക്കാൻ, ഇതിനൊക്കെ ഉപയോഗിക്കാനുള്ളതാണ് പുരുഷന്റെ സ്വത്ത്. പെണ്ണിൻ്റേത് അവൾക്ക് മാത്രം. കാരണം അവൾക്ക് വേണ്ടി ഭർത്താവ് ചെലവഴിക്കും, ആങ്ങളെ ചെലവഴിക്കും, വാപ്പ ചെലവഴിക്കും. അവളുടെ സ്വത്ത് അവളുടെ പ്രൈവറ്റാണ്. അവളോട് ആരും പറയൂല നീ എടുത്ത് ചെലവഴിക്കുക. പക്ഷേ പുരുഷനോട് നീ ചെലവഴിക്കണം എന്ന് ദീനിന് നിഷ്കർഷയുണ്ട്. അതുകൊണ്ട് ഒരു പെണ്ണിനെ പോലെയാണ് പുരുഷനും സമ്പത്ത് കൊടുത്തതെങ്കിൽ അത് ആണിനോട് ചെയ്യുന്ന അനീതിയായി പോകും. കാരണം പെണ്ണിന്റെ പൈസ അനങ്ങുന്നില്ല, ആണിൻ്റേത് ചെലവായി പോവുക. നോക്കണം. അതുകൊണ്ടാണ് പെണ്ണിന് ഇരട്ടിയാണ് പുരുഷന് എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് അതിനൊന്നും വിരോധമില്ല. പക്ഷേ നിങ്ങളുടെ വിവാഹ ജീവിതമോ കുടുംബജീവിതമോ തകർത്തുകൊണ്ടാകരുത്. നിങ്ങളുടെ ഭർത്താവിൻ്റെ വിസമ്മതത്തോടെയും ആകരുത്. സമ്മതം വാങ്ങിക്കണം. ഒരു പുരുഷനും ഒരു പെണ്ണിനെയും ജോലിക്ക് പോകാൻ നിർബന്ധിക്കാനും ഇസ്ലാമിൽ പാടുള്ളതല്ല. അവൾക്ക് സുരക്ഷിതമായൊരു ജോലി ലഭിച്ചിട്ടുണ്ട്, ഭർത്താവുമായി സംസാരിക്കട്ടെ, അവർ ചർച്ച ചെയ്യട്ടെ. അവൾക്കത് സുരക്ഷിതമാണെങ്കിൽ അവൾക്ക് പോകാം ഭർത്താവിൻ്റെ സമ്മതത്തോടുകൂടെ. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, രാജകുമാരിയെ പോലെ നിങ്ങൾക്ക് വേണ്ടതവർ കൊണ്ടുതരും എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. അങ്ങനെയാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോൾ പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങോട്ട് പൈസ വാങ്ങിക്കാനല്ല കല്യാണം കഴിക്കേണ്ടത്. പെണ്ണിനെ അങ്ങോട്ട് മഹർ കൊടുത്ത് മഹർ എന്നത് സമ്മാനമാണ്, അത് പെണ്ണിന്റെ അവകാശമാണ്, അവൾക്ക് മാത്രമുള്ളതാണ് ആ സ്വത്ത്. ആ പെണ്ണിന്റെ ഉപ്പക്ക് പോലും മഹറിൽ അവകാശമില്ല. ആ മഹർ കൊടുത്ത് പെണ്ണിനെ സ്വീകരിക്കണമെന്നാണ് പുരുഷനോട് ഇസ്ലാം പറഞ്ഞത്. നമ്മൾ എന്ത് പറഞ്ഞു? പെണ്ണും വേണം, വസ്തു വേണം, കാറ് വേണം, സ്വർണം വേണം, ഗൾഫിൽ ജോലിയും വേണം. ഇവനെന്താ പരിപാടി? പിന്നെ ഇവനൊരു പണിയും ചെയ്യണ്ട, അവൻ തറട്ടെടുത്താൽ മതി, ബാക്കി പോരെ പെണ്ണിൻ്റെ വാപ്പ ഉണ്ടാക്കി കൊടുക്കണം. നാണക്കേടല്ലേ ചെറുപ്പക്കാരെ ഇതൊക്കെ? ഒരഭിമാനം വേണ്ടേ? ഞാൻ അധ്വാനിച്ച എൻ്റെ വീട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്, അതല്ലേ അഭിമാനം? പെണ്ണിനെ വെറുതെ കൊണ്ടുവന്നതെന്ന് പറയാനാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? അതുകൊണ്ട് ഒരു പുരുഷനും കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം കിട്ടണമെന്ന് വേണ്ടി കല്യാണം കഴിക്കണ്ട. നിങ്ങളുടെ സർവ്വസ്വത്തും പടച്ചവനെടുത്ത് കളിപ്പിക്കും നിങ്ങളെ. നിങ്ങൾ തെണ്ടിപ്പോകും സമ്പത്തിൻ്റെ പിന്നാലെ. എന്തേ? നിങ്ങളുടെ ലക്ഷ്യം സമ്പത്തായിരുന്നു. ആ സമ്പത്തിന്റെ ലക്ഷ്യത്തിൽ നിങ്ങൾ നിക്കാഹ് ചെയ്യുന്നതോടുകൂടെ സമ്പത്തിന്റെ ആ നിഅ്മത്തിന്റെ വഴി അള്ളാഹു അടച്ചു വെക്കും. പല കാരണങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടാതെ പോകും. നിങ്ങൾ വഴിതെറ്റി അലയേണ്ടി വരും. അതുകൊണ്ട് വിവാഹം ചെയ്യുന്നത് പടച്ചവനെ തിന്മയിലേക്കും ഒരു തെറ്റിലേക്കും പോകാതെ എൻ്റെ ഈമാനും എൻ്റെ ദീനും സംരക്ഷിക്കാൻ വേണ്ടി എനിക്കൊരു ജീവിത സഖിയെ വേണം എന്ന ഉദ്ദേശത്തിലാകണം. ആണും പെണ്ണും അങ്ങനെയാണ് മനസ്സിൽ കരുതേണ്ടത്. അതൊന്നും വെറുതെ ഒരു ചടങ്ങായി മാറരുത്. സന്ദർഭവും വിഷയവും അതല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. കല്യാണം കഴിഞ്ഞ് 2 മാസം 3 മാസം കഴിയുമ്പോൾ എനിക്ക് മടുത്തു, എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ വല്ലാത്തൊരു ധൈര്യം കാണിക്കുന്നത് അപകടകരമാണ്. ജീവിതം ബോയ് ഫ്രണ്ടും ഗേൾഫ്രണ്ടും ഡേറ്റിങ്ങും ക്രഷൊന്നും അല്ല ജീവിതം എന്ന് പറയുന്നത്. അത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സീരിയസ് അണ്ടർടേക്കിംഗ് ആണ്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. അത് മരണം വരെ നീണ്ടു നിൽക്കേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. അധ്വാനിക്കുന്നവരെ ബഹുമാനിക്കുകയാണ് ഇസ്ലാം. പുണ്യനബി പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസ. വിശ്വാസിയായ ഒരു മനുഷ്യൻ ഒരു ചെടി നട്ടുപിടിപ്പിച്ചാൽ, ഒരു മാവിന്റെ തൈ, ഒരു ചക്കയുടെ തൈ, ഒരു ഫ്രൂട്ട്സിന്റെ ഏതെങ്കിലും, റംബുട്ടാനാവട്ടെ, മാംഗോസ്റ്റിനാവട്ടെ, ഏതെങ്കിലും ഒരു പഴം, കപ്പയാവട്ടെ, വാഴയാവട്ടെ, ഏതെങ്കിലും ഒരു കൃഷി ഒരു മുസ്ലിമായ മനുഷ്യൻ ഔ യസ്റഉ സറഅൻ, കൃഷി ഇറക്കുകയാണെങ്കിൽ, പിന്നെ പറഞ്ഞു ഒരു വൃക്ഷം നടുകയാണെങ്കിൽ, ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ, ആ ഉണ്ടാക്കുന്ന മരം വലുതായി അതിൽ നിന്ന് പക്ഷികളോ മൃഗങ്ങളോ മനുഷ്യർ തന്നെയോ തിന്നുകയാണെങ്കിൽ, ഇല്ലാ കാന ലഹു ബിഹി സ്വദഖ, ആ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും തിന്നുപോകുന്നത് ആ മനുഷ്യൻ ചെയ്യുന്ന സ്വദഖയാണ്, ദാനമാണ്, ചാരിറ്റിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മൾ മരിച്ചുപോയി കാണും. ചിലപ്പോൾ ഒരു തെങ്ങ് പിടിപ്പിച്ചു, ആ തെങ്ങ് ഒന്ന് വളർന്ന് വലുതായി തേങ്ങയാവാൻ
സമയമെടുക്കും. അത് വണ്ടുകൾ തിന്നുപോകും, വവ്വാലുകൾ തിന്നുപോകാം, വേറെ പക്ഷികൾ കൊണ്ടുപോകാം. നിങ്ങൾ ഉണ്ടാക്കിയ നട്ടുവെച്ച ഒരു മരം നിങ്ങളുടെ മരണശേഷം പോലും, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചുപോയാലും ആ വൃക്ഷത്തിൽ നിന്ന് ഫലമോ അതിൻ്റെ കായയോ അതിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളോ മനുഷ്യരോ പക്ഷികളോ ജന്തുക്കളോ തിന്നാൽ പോലും നിങ്ങൾ ദാനം ചെയ്തതായി അല്ലാഹു രേഖപ്പെടുത്തുകയും നിങ്ങളുടെ ഖബറിലേക്ക് വരെ അതിൻ്റെ പ്രതിഫലം വരികയും ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമാണ്. അതുകൊണ്ട് ചെടി നടണം. നമ്മുടെ സ്കൂളുകളിലൊക്കെ മക്കളെ പഠിപ്പിക്കൂലേ, ചെടി നട്ടുപിടിപ്പിക്കണം. ഇത് സുന്നത്താണെന്ന് മനസ്സിലാക്കുക. ഖിയാമത്ത് നാൾ സംഭവിച്ചു എന്നിരിക്കട്ടെ, പുണ്യനബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യനാളിന്റെ വിളംബരം കൊള്ളുന്ന ഘോരമായ ശബ്ദം കേൾക്കുമ്പോൾ ഫീ യദി അഹദികും ഫസീല, നിങ്ങൾ ഒരാളിന്റെ കയ്യിൽ ഒരു ഈത്തപ്പനയുടെ ചെടിയുടെ ചെറിയ ഒരു ചെടി, അതിന്റെ സീഡിൽ നിന്ന് മുളച്ചു വന്ന ഒരു ചെറിയൊരു തൈയ് നിങ്ങൾ നട്ടുപിടിപ്പിക്കാൻ മണ്ണിൽ വെക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അന്ത്യനാളിന്റെ ഘോരമായ ശബ്ദങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഇനി ആർക്കാണിത് ഉപകാരപ്പെടുക എന്ന് ചിന്തിച്ച്, ആരാണിതിനെ നട്ടു വളർത്തുക, ആരാണ് നനയ്ക്കുക? ലോകമില്ലല്ലോ, ലോകം അവസാനിക്കുകയല്ലേ, പ്രപഞ്ചം ഇടിഞ്ഞു വീഴുകയാണല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളാരും ആ ചെടി അവിടെ ഇട്ടേച്ചു പോകരുത്. ഫൽയഗ്രിസ്ഹാ, നോക്കണം, ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാത്റൂമിൽ പോകേണ്ട, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട ആദാബുകളെ നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ. വേറെ എന്താ നിബിധങ്ങൾ പഠിപ്പിച്ചത് എന്ന് ചോദിക്കുന്ന യുക്തിവാദികളുടെ ആശാന്മാർ ഒന്ന് കേൾക്കണം പുണ്യ നബിയുടെ ഹദീസുകള്. എന്തൊക്കെയാ നിബിധങ്ങൾ? നിങ്ങൾ കേട്ടത് അത് മാത്രമായിരിക്കും. അപ്പൊ അവർ പറയാം, ആകെ ബാത്റൂം പോകുമ്പോൾ വലത് ഇടത് കാല് വെക്കണം, ഇറങ്ങുമ്പോൾ വലത് കാല് ഇതേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഖാൻ നിബിധങ്ങൾ ഹത്തൽ ഖറാഅ, അതുവരെ ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ആൻസറിംഗ് ദ കോൾ ഓഫ് നേച്ചർ, ബാത്റൂമിൽ പോകുന്നതടക്കം പുണ്യനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ അഭിമാനമാണ്. ഇനി പറയുന്ന ഹദീസ് നോക്കൂ, ലോകാവസാനം സംഭവിക്കുന്ന പ്രകമ്പനം നിങ്ങളുടെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളാണെങ്കിലോ ഒരു ചെടി മണ്ണിൽ വെക്കാൻ വേണ്ടി കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയതാണ്. ഇനി ലോകം സെക്കൻഡുകളിൽ അവസാനിക്കുകയാണ്. വമാ അംറുസ്സാഅതി ഇല്ലാ കലംഹിൽ ബസർ, കണ്ണ് ചിമ്മി തുറക്കുന്ന പോലെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ് അന്ത്യനാൾ. എത്ര പെട്ടെന്ന് നടക്കും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിത്തുടങ്ങുമ്പോൾ പോലും ആ തൈ നിങ്ങൾ നടാതെ തിരിച്ചു പോരരുതേ. നട്ടിട്ട് വേണം തിരിച്ചു വരാൻ, നട്ടിട്ട് വേണം അത് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് വേണം ഖിയാമത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കാൻ. പ്രകമ്പനമല്ലേ, ആർക്കിനി വേണം ഇതൊക്കെ? ആരിവിടെ ജീവിക്കാൻ? ഇനി മനുഷ്യരുണ്ടോ? ഇനി ജീവജാലങ്ങളുണ്ടോ? ഭൂമിയുണ്ടോ? ഇനി സൂര്യനുണ്ടോ? മഴയുണ്ടോ? നനയുമോ? വൃക്ഷം കായ്ക്കുമോ? ആര് തിന്നും? ഇതൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഒരു നല്ല കാര്യം, ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യണം, നിങ്ങളത് പൂർത്തിയാക്കണം. നിങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടേ ഖിയാമത്തിന് ഒരുങ്ങാവൂ എന്ന് പറഞ്ഞ നബിയാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ക്രിയേറ്റിവിറ്റി, മനുഷ്യർ അധ്വാനിക്കണം. മനുഷ്യൻ മണ്ണിൽ ചെയ്യുന്ന നന്മകൾക്ക് പ്രതിഫലമാണ്, മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുനാ നബി തങ്ങൾ മഹാന്മാരായ സ്വഹാബിമാരോട് കച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നബി തങ്ങൾ അധ്വാനിക്കണമെന്ന് പറഞ്ഞു. മദീനക്കാരായ അൻസ്വാരികൾ ഈത്തപ്പഴ തോട്ടങ്ങൾ ഉള്ളവരാണ്. മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന മുഹാജിറുകൾ കച്ചവടം ചെയ്യാനും ഇറങ്ങി. തങ്ങൾ അങ്ങനെയാ പറഞ്ഞത്, മുഹാജിറുകൾക്ക് തോട്ടങ്ങളുണ്ട്, അവർ കൃഷി ഇറക്കട്ടെ. അൻസ്വാരികൾ, മദീനക്കാർ കൃഷി ഇറക്കട്ടെ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വെറും കയ്യോടെ വന്ന മുഹാജിറുകളായ സ്വഹാബിമാർ അവരോട് തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിസ്സൂഖ്, നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകണം. വലാ തദഉഹാ ലിൽ യഹൂദ്, ജൂതന്മാർക്ക് അത് ഇട്ടേച്ചു കൊടുക്കരുതേ എന്ന് പറഞ്ഞാൽ ജൂതന്മാർ മാത്രം അവിടെ മൊണോപ്പൊളിയാണിപ്പോൾ. അവർ വിചാരിക്കുന്നത് എന്തും അവർക്ക് അവിടെ വിൽക്കാൻ പറ്റും. എന്നാൽ ഹലാലായത്, പുണ്യമായത്, നല്ലത്, ഉപകാരപ്പെടുന്നത്, വഞ്ചനയില്ലാത്ത സത്യസന്ധമായ കച്ചവടം ചെയ്യാൻ എൻ്റെ അനുയായികളെ നിങ്ങളവിടെ ചെല്ലണം എന്ന് മദീനയുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു നബി തങ്ങൾ സ്വഹാബികളോട്.
അപ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയോട് വന്ന് പറയുന്നത്, യാ റസൂലല്ലാഹ്, മദീനയിൽ കച്ചവടം ചെയ്യാൻ ക്യാപിറ്റൽ വേണ്ടേ നബിയെ, മൂലധനം വേണ്ടേ? പൈസയില്ലാതെ വന്ന എൻ്റെ കയ്യിൽ 4 ദിർഹമാണുള്ളത്. ഈ 4 ദിർഹം കൊണ്ട് ഏത് ഷോപ്പ് വാടക കിട്ടാനാണ്? എന്ത് കച്ചവടം ചെയ്യാനാണ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, കാരുണ്യവാനായ അല്ലാഹു നിങ്ങൾക്ക് തരാൻ വിചാരിച്ചാൽ അത് ലഭിച്ചിരിക്കും. നിങ്ങളുടെ കൈയൊന്ന് നീട്ടിക്കേ എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ഹബീബിന്റെ കൈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരുടെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ, ആകാശ ലോകത്തേക്ക് വിരലുയർത്തി ലോകത്തിന്റെ ഗുരു ദുആ ചെയ്തു കൊടുക്കുകയാണ് ഒരു പാവം കച്ചവടക്കാരന്. അല്ലാഹുവേ ബറക്കത്ത് ചെയ്യണമേ. اللهم بارك لعبدالرحمن بن عوف في صفقة يده. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചെയ്യുന്ന കച്ചവടങ്ങളിൽ അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണമേ. കച്ചവടം പൊടിപിടിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ 1000 ഒട്ടകപ്പുറത്ത് മദീനയിലേക്ക് സാധനങ്ങളുമായി വന്ന് മദീനക്കാർക്ക് മുഴുവൻ ഈ 1000 ഒട്ടകപ്പുറത്തുള്ള സാധനങ്ങളും സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന ടെക്സ്റ്റൈൽസുകളടക്കം ഇത് മുഴുവൻ സ്വതക്കയാണ്, ദാനമാണ്, ഫ്രീ ആണ് എന്ന് പറഞ്ഞ മുതലാളിയായി മാറുമ്പോൾ ആ മഹാനായ സ്വഹാബി 4 ദിർഹം കൊണ്ടാണ് ഇത് തുടങ്ങിയത്. അതിന് കാരണമായത് ഹബീബിന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഒരു നല്ല സംരംഭം തുടങ്ങുമ്പോൾ ഒരു ആലിമിനെ, ഒരു തങ്ങളെ, ഒരു സയ്യിദിനെ, ഒരു സ്വാലിഹായ അബിദിനെ കൊണ്ടുവന്ന് ദുആരപ്പിക്കുക, അല്ലാഹുവിനോട് ബർക്കത്തിനെ തരാൻ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ, അന്ന് മക്കയിൽ സൂക്കുകൾ ഉണ്ടായിരുന്നു. ഉഖാല്, മജന്ന, ദുൽ മജാസ് എന്നൊക്കെ പറയുന്ന മാർക്കറ്റുകൾ മക്കയിലുണ്ട് ഇസ്ലാം വരുന്നതിന് മുമ്പ്. അങ്ങനെ ഇസ്ലാം വരികയും സ്വഹാബികളായി മക്കക്കാരായ ആളുകൾ മുഴുവനും ഇസ്ലാം സ്വീകരിച്ച് ഹബീബിന്റെ കൂടെ കൂടുകയും ചെയ്തപ്പോൾ ഹജ്ജിന്റെ സമയം വരുമ്പോൾ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അവർക്ക്. ഹജ്ജ് ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്, സമയമാണ്, സീസണൽ. മക്കയിലൊക്കെ ചില ഫ്ലാറ്റുകളും ചില ഹോട്ടലുകളും ആകെ ഓപ്പറേറ്റ് ചെയ്യുന്ന മക്കയുടെ സബർബിൽ, ഹറമിനെ കുറച്ച് വിട്ടുള്ളത്, ഒരു റമദാനിന്റെയും ഒരു ഹജ്ജിന്റെയും ബിസിനസ് മതി അവർക്കൊരു കൊല്ലം സർവൈവ് ചെയ്യാൻ, അല്ലേ? ഹജ്ജിന്റെ സമയത്ത് വലിയ ബിസിനസ്, വലിയ വോല്യം ബിസിനസ് നടക്കും. അത് ഭക്ഷണമാണെങ്കിലും മറ്റു സൗകര്യങ്ങളാണെങ്കിലും. സ്വഹാബിമാർക്കൊരു പേടി തോന്നി. കള്ളുകുടിച്ച് മദ്യപിച്ച് അഴിഞ്ഞാടിയിരുന്ന അങ്ങാടികളായിരുന്നു ഉഖാല്, മജന്ന, അതുപോലെ തന്നെ ധൂമജാസ് എന്ന് പറയുന്ന അങ്ങാടികളൊക്കെ. ഹജ്ജാണെങ്കിൽ തന്നെയും ആ അങ്ങാടികളിൽ ഇനി എങ്ങനെയാണ് ഞങ്ങൾ പോയിരിക്കുന്നത്? അന്ന് കള്ളുകുടിക്കാൻ പോയിരുന്ന സ്ഥലങ്ങളായിരുന്നല്ലോ അതൊക്കെ. അന്നത്തെ അവരുടെ ക്ലബ്ബുകൾ അതൊക്കെയാണ്. പക്ഷേ കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ ഇനി എങ്ങനെ പോവാ? നമ്മൾ എല്ലാവിധ മോശപ്പെട്ടതും ചെയ്തിരുന്ന ടൗണുകൾ, അങ്ങാടികളാണല്ലോ, മാർക്കറ്റുകളാണല്ലോ ഉഖാല്, മജന്നയും അതുപോലെ ദുൽമജാസുമൊക്കെ. അങ്ങനെ സ്വഹാബത്തിന്റെ മനസ്സിൽ കച്ചവടത്തെക്കുറിച്ചൊരു ചിന്ത വന്നപ്പോൾ, ഹജ്ജ് ചെയ്യാത്ത കച്ചവടക്കാരുണ്ടാവുമല്ലോ, അവർക്ക് കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മാർക്കറ്റിൽ അന്ന് ഇസ്ലാമിന്റെ മുമ്പ് അവർ ചെയ്തിരുന്ന കച്ചവടം ആ സ്ഥലത്തായിരുന്നല്ലോ, അത് മോശപ്പെട്ട കച്ചവടമായിരുന്നല്ലോ എന്നവരിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് സൂറത്തുൽ ബഖറയിലെ 198-ാമത്തെ ആയത്തായി നമുക്കിന്ന് ഓതാൻ കഴിയുന്ന ആയത്തിറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ليس عليكم جناح أن تبتغوا فضلا من ربكم. ليس عليكم جناح أن تبتغوا فضلا من ربكم. അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ, പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങളെ, ആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും പടച്ചവന്റെ ഔദാര്യവും സ്വീകരിക്കാൻ റുഖാദിലും മജന്നയിലും ധൂമജാസിലും പോയി കച്ചവടം ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. സ്വഹാബികളെ, നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം എന്ന ആയത്തിറങ്ങുന്നത് കച്ചവടം ചെയ്യാൻ കൊതിയുണ്ട്, പക്ഷേ ആ മാർക്കറ്റ് പോരല്ലോ എന്ന് തോന്നിയപ്പോഴാണ്. അത് ഇസ്ലാമിന്റെ മുമ്പല്ലയോ? നാട് നന്നായില്ലയോ? മദ്യപാനം അവസാനിച്ചില്ലേ? ചതിയില്ലാത്ത, നുണ പറയാത്ത, സത്യസന്ധമായ കച്ചവടം ചെയ്യാൻ നിങ്ങൾക്ക് പൊട്ടൻഷ്യലുണ്ട്, കഴിവുണ്ട്, നിങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ ഹജ്ജിന്റെ സമയത്തും നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം. ഹജ്ജ് ഇബാദത്തിന്റെ സമയമാണ്. പക്ഷേ ഹജ്ജിന് വന്ന ആൾക്ക് കച്ചവടം വാങ്ങലും കൊടുക്കലും ചെയ്തതുകൊണ്ട് വിരോധമുണ്ടോ? ഹജ്ജിന് വന്നതാണ്,
പക്ഷേ അവരുടെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു, അവർ പർച്ചേസ് ചെയ്യാൻ ഒരു വിരോധമില്ല. അതുകൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്തോളൂ എന്ന് പറയാനാണ് ഈ ആയത്തിറങ്ങിയതെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് തരട്ടെ. കച്ചവടം വലിയൊരു ഒരു റാഹത്തുള്ള മേഖലയാണ്. സത്യസന്ധമായി കച്ചവടം, നുണ പറയരുത്. അതാണ് പ്രശ്നം. അതാണ് മനുഷ്യന്മാർ നുണ പറയും. നുണ പറയുന്നത് കൊണ്ട് അത് ലോകത്തെ ഏറ്റവും അഭിശപ്തമായ പിശാചുക്കളുള്ള സ്ഥലമാണെന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല ഭൂമിക മസ്ജിദാണ്, ഏറ്റവും മോശപ്പെട്ടത് ഷോപ്പിംഗ് മാളുകളാണ്. അത്രേ. ഷോപ്പിംഗ് മാളിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ ചെയ്യാൻ? അപ്പോൾ പോകുമ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുക, കഴിഞ്ഞാൽ തിരിച്ചു പോരുക. അതൊരു ഹാങ് ഔട്ടിനുള്ള സ്ഥലമല്ലെന്നാണ്. മാർക്കറ്റിലേക്ക് കയറുമ്പോൾ ഒരു ദിക്ർ ചൊല്ലിയാൽ 10 ലക്ഷം കൂലിയുണ്ട്. 10 ലക്ഷം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 ലക്ഷം കൂലി ഒറ്റ തവണ ചൊല്ലിയാൽ. ഇത് കിട്ടാൻ വേണ്ടി മാത്രം സ്വഹാബിമാർ ഒന്നും വാങ്ങിക്കാനില്ലെങ്കിലും മാർക്കറ്റിൽ കയറി ഈ ദിക്ർ ചൊല്ലി തിരിച്ചു പോരുമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരടക്കം, ഇബ്നു മസ്ഊദ് തങ്ങളടക്കം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ആ ഒരു ദിക്ർ ചൊല്ലണമെങ്കിൽ മാർക്കറ്റിൽ പോകണ്ടേ, അത് ചൊല്ലിയിട്ടെങ്കിൽ തിരിച്ചു വരും. 10 ലക്ഷം കൂലിയുമായിട്ട് വരും. അതുകൊണ്ട് മറക്കരുത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ സമയം വൈകി. ഇനി നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ ഇവിടെ ഇങ്ങനെ വീശുന്നതൊക്കെ കാണുന്നുണ്ട്. ഈ ഉസ്താദ് നിർത്തിയാലെന്ന് പോകായിരുന്നല്ലോ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് തരട്ടെ. അള്ളാഹു നൽകുന്നത് പടച്ചതമ്പുരാന്റെ പൊരുത്തം നാളെ കിട്ടാനുള്ള ഒരു നിമിത്തമാക്കി നമ്മൾ മാറ്റുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഐശ്വര്യം തരട്ടെ. ഹലാല് കൊണ്ട് അള്ളാഹു ഐശ്വര്യം തരട്ടെ. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. നമ്മുടെ കടങ്ങളും ബാധ്യതകളും നിറവേറാനുള്ള വഴി അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ രോഗികൾക്ക്, രോഗം വന്നവർക്കൊക്കെ അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മുടെ ഷിബു സാഹിബിൻ്റെ ഉമ്മ ആണ്, കാലിന് വിഷമാണെന്നൊക്കെ പറഞ്ഞല്ലേ, ആ ഉമ്മാക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു സലാമത്ത് നൽകട്ടെ. വേറെയും ഒരുപാട് രോഗികളുണ്ട്. നമ്മുടെ അബ്ദുൽ നാസർ മദനി ഉസ്താദ് വളരെ അനാരോഗ്യത്തിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ, സലാമത്ത് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ഒരുപാട് അലിമീങ്ങളും സാദാത്യങ്ങളും സാധുമാരും പരിചയക്കാരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കണം. അള്ളാഹു എല്ലാവരുടെയും എല്ലാവിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സലാമത്തിലാക്കി പരിപൂർണ്ണ ആരോഗ്യത്തിലും ഇസ്സത്തിൽ ജീവിച്ച് ഒരിക്കലും കലിമ ചൊല്ലി റാഹത്തോടെ ഈ ലോകത്തോട് യാത്രയായി ഇവിടെ വെച്ച് സമ്പാദിച്ച ആ സമ്പാദ്യം നാളെ ഉപകാരപ്പെടുന്ന വിധം നമ്മുടെ ആഖിറത്തെ അള്ളാഹു നമുക്ക് നന്നാക്കി തരട്ടെ. മരണമില്ലാത്ത അനശ്വരമായ ആ ജീവിതത്തെ അള്ളാഹു നമുക്ക് പ്രശോഭിതമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ.